ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരുടെ ശ്രദ്ധയും ആകർഷിക്കുന്ന ഒരു നഗരമാണ് ഡൽഹി. ആ ഡൽഹിയുടെ ദൃഷ്ടിയിൽ പതിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. രാഷ്ട്രീയത്തിൽ മുതിർന്ന വ്യക്തിയാണ്. ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് ഇവരെ നന്നായിട്ട് അറിയാം. പ്ലീസ് വെൽക്കം ഡൽഹി ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്ത. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജി, ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകനാണ്. യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും, ന്യൂസിലൊക്കെ കണ്ടു കാണും. പ്ലീസ് വെൽക്കം റിച്ച അനിരുദ്ധ്. കോടതിയുടെ വിചാരണ തുടങ്ങാം. ഇപ്പോൾ ഇവിടെ ആപ്കി അദാലത്തിൽ വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഡൽഹിയിൽ ഫോഴ്സ്റ്റഡ് CM ആണ് എന്നുള്ളതാണ്. രേഖ മാഡം, ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് താങ്കളെ മുഖ്യമന്ത്രിയായി ആരും തന്നെ പ്രൊജക്ട് ചെയ്തേയില്ല. എന്നിട്ടും ആം ആദ്മി പ്രവർത്തകർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഡൽഹിയിലെ ജനങ്ങളല്ല ഇവരെ തെരഞ്ഞെടുത്തത്, നിർബന്ധത്തിന്റെ പേരിലാണ് ഇവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. നോക്കൂ രജി സാർ, ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഗാർഡിയനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഞാൻ പറയുന്ന ഇത്രയുള്ളൂ, ഡൽഹിക്ക് ആരാണ് കറക്റ്റ് അല്ലാത്തതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം എനിക്കതിനൊരു അവസരം തന്നെങ്കിൽ അതുപോലെ തന്നെ ഡൽഹിക്ക് നല്ല നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം നല്ലതാണ്. പിന്നെ 2ാമത്തെ കാര്യം, അതായത് ഞാൻ കാരണം നാട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം മര്യാദ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയായ എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് ക്യാപിറ്റൽ ഡൽഹിയിൽ എനിക്ക് പദവി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസത്തോടെ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചിരിക്കാം, ഞാനൊരു ഇന്ത്യൻ സ്ത്രീയാണ്, എന്നെക്കൊണ്ടത് സാധിക്കുമെന്നും ഏത് കഷ്ടത്തിലും ഡൽഹിയെ നല്ലൊരു വഴിയിൽ കൂടെ നടത്താനാവുമെന്നും. പക്ഷേ ജനങ്ങൾക്കിത് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് മീഡിയകളിൽ പലരുടെയും പേര് പറഞ്ഞിരുന്നു. ഒരു സമയത്ത് സ്മൃതി ഇറാനിയുടെ പേരാണ് പറഞ്ഞിരുന്നത്. പ്രവേശ് വർമ്മയുടെ മകൻ TV-യിൽ ഇരുന്നുകൊണ്ട് അച്ഛനാണ് ചീഫ് മിനിസ്റ്റർ ആകാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇതിൽ മാഡം എങ്ങനെ ചീഫ് മിനിസ്റ്ററായി? എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റൂ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാ, ഒരു സാധാരണ ജനങ്ങൾ വന്നാൽ പോലും സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു തലവന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലാവും ഒരു എക്സ്പീരിയൻസ് ഉള്ള രാഷ്ട്രീയക്കാരനെ നിർത്തി അവരെ വിശ്വാസത്തിലെടുക്കുന്നത്. പിന്നെ ആ നാടിനും ആ നാട്ടിലെ ജനങ്ങൾക്കും നല്ലത് ചെയ്യുമെന്ന് വിശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ എന്റെ ക്രെഡിറ്റ് മൊത്തം ഭരണാധികാരികൾക്കും പാർട്ടിക്കും നൽകുന്നു. BJP-യിൽ പൊതുവെ ഇങ്ങനെ പറയാറില്ലേ, ആരുടെ പേരാണ് കൂടുതൽ പറയുന്നത് അവർക്ക് ഒരു സന്ദർഭവും കിട്ടില്ലെന്ന്. താങ്കളുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി താങ്കൾ കൂടുതൽ എന്റെ പേര് പറയാൻ പാടില്ലെന്ന് വളരെയധികം ശ്രമിച്ചു നോക്കി. പക്ഷേ ഈ ചാനലുകാരാണെങ്കിൽ ദിവസവും കാണിച്ചുകൊണ്ടിരുന്നു പെൺസിംഹം രേഖ ഗുപ്ത. എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇതിലേക്ക് വരരുതെന്ന്. പക്ഷേ എനിക്കിത് തടുത്തു നിർത്താൻ പറ്റില്ലായിരുന്നു. എന്ത് സംഭവിച്ചാലും അതിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം. ദില്ലിയെ സേവിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല മനസ്സോട് ചെയ്യണം. ഇതെന്നല്ല, ഏത് ജോലിയായാലും ഞാൻ ഭയഭക്തിയോടെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇങ്ങനെയും പറയാറുണ്ട്, BJP-യിൽ ആര് ഫസ്റ്റ് ലൈൻ നമ്പറിലിരിക്കുന്നോ അവരുടെ പേര് വരാറില്ലെന്ന് കേൾക്കും. സോ താങ്കൾ മുന്നിലിരുന്നോ അതോ പിന്നിലാണോ ഇരുന്നത്? എപ്പോഴും സെക്കൻഡ് ലൈനിലായിരിക്കും, ഫസ്റ്റ് ലൈനിൽ ഇരിക്കാറേയില്ല. ഞാനും 30 വർഷമായിട്ട് പാർട്ടി ജോലി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നിരയിലിരിക്കുന്നവരുടെ നമ്പർ ഒരിക്കലും വിളിക്കില്ല. താങ്കൾ ആദ്യമായിട്ടാണ് MLA ആയിരിക്കുന്നത്. ഭരണത്തിൽ ഒരു അനുഭവം ഇല്ലാത്ത വ്യക്തിയാണ്. സോ എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ലഭിച്ചപ്പോൾ താങ്കൾക്ക് പേടി തോന്നി രാത്രിയിൽ ഉറങ്ങാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല പേടിയുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്.
ഈ പദവിയിൽ എത്തുന്നതിനു മുമ്പ് താങ്കളെപ്പോലെ എനിക്ക് ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അദ്ദേഹം എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല പേടിയുണ്ടെന്ന്. എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. എന്ത് സംഭവിച്ചാലും നല്ലതിനായിരിക്കും, പക്ഷെ കാര്യം അതല്ല. പിന്നെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, ഒന്നും കിട്ടിയില്ലേലും പാർട്ടി മെമ്പറായിട്ട് ജോലി ചെയ്യുന്നത് നല്ലതല്ലേ. എന്നെ മന്ത്രിയാക്കി പാർട്ടിയിൽ ഒരു ജോലി തന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യാന്? സോ ആ ഒരു പേടി ആദ്യം തൊട്ടേ എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ സപ്പോർട്ടിന് അധികാരികളുണ്ട്, കൂട്ടുകാരുണ്ട്, പാർട്ടി മെമ്പേഴ്സുണ്ട്, മിനിസ്റ്ററുണ്ട്, വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇതല്ലാതെ നമ്മുടെ സഹപ്രവർത്തകരും. നമ്മുടെ ലക്ഷ്യം വളരെ നേർമയുള്ളതും ശുദ്ധവുമായിരിക്കണം. പിന്നെ ഇതൊരു ടീമാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഡൽഹിയെ നല്ലൊരു തലസ്ഥാനമാക്കി മാറ്റാൻ കഴിയും. നോക്കൂ മാം, 27 വർഷം താങ്കൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ കാത്തിരിക്കേണ്ടി വന്നു. ഡൽഹിയിൽ ഒരു ഭരണം വരാൻ വേണ്ടി അവരും കാത്തിരിക്കുകയായിരുന്നു. 7 എംപിമാർ ജയിച്ചാലും ഡൽഹി നിയമസഭയിൽ തോറ്റുപോകും. ഇപ്പോൾ ഇത് പറയൂ, മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് മോദിജിയെ താങ്കൾ എത്ര പ്രാവശ്യം പോയി കണ്ടു? മോദിജിയെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പാർട്ടി മെമ്പറായിട്ടും ഒരു ലീഡറായിട്ടും പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തകനായിട്ട് എനിക്ക് മോദിജിയെ നന്നായിട്ടറിയാം. പക്ഷേ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഹരിയാനയിലുള്ള ഒരു വ്യക്തിയാണെന്ന്. പിന്നെ അവരെന്താ പറയുന്നത് വെച്ചാൽ ഈ ഗംഗാറാം, കാശിറാം ഇതുപോലെ മീഡിയേറ്റേഴ്സായിട്ടിരുന്നവരുടെ കൊച്ചുമോളാണെന്ന്. ഇതിനും ഡൽഹിക്കും എന്ത് ബന്ധമാണുള്ളത്? ശരി, താങ്കൾ ഇത് പറ. ഡൽഹിക്ക് സ്വന്തം ആരാണ്? എല്ലാരും ഡൽഹിയിലുള്ളവരാണ്. ഡൽഹി ഒരു മിനി ഇന്ത്യയാണ്. ഭാരതം എങ്ങനെയുള്ളൊരു പിക്ചറാണെന്ന് വെച്ചാ, ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരിയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നോക്കിയാ ഗുജറാത്ത് മുതൽ നോർത്ത് ഈസ്റ്റ് വരെയുള്ള എല്ലാ നാടുകളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒരു സ്വപ്നം കണ്ടാണ് വരുന്നത്. പല വർഷമായിട്ട്, 30 വർഷമായിട്ട്, 40 വർഷമായിട്ട് ജനങ്ങൾ ഡൽഹി താമസിക്കുന്നുണ്ട്. സോ ഇതൊരു മിനി ഇന്ത്യയാണ്. ഡൽഹിക്കൊരു തനി ഗുണം എന്താണെന്ന് വെച്ചാ, എനിക്ക് മുമ്പും ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വരുന്നതിനു മുമ്പ് അദ്ദേഹം ഡൽഹിയുടെ മകനായിരുന്നു. പിന്നെ പഞ്ചാബിന്റെ പുത്രനുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം ബീഹാറിന്റെ ലല്ലയാണ്. ഞാനാണെങ്കിൽ ഡൽഹിയുടെ മകളാണ്. എന്റെ മുഴുവൻ മനസ്സോടെയും മുഴുവൻ നേരത്തെയും ഫുൾ ടൈം 24/7 ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ജോലി ചെയ്യുന്നത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ജനങ്ങൾ താങ്കളുടെ കാലിൽ ചക്രം കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ദിവസം മുഴുവനും ചുറ്റിക്കറങ്ങുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഡൽഹിയിലെ ജനങ്ങൾ രാജ്യത്തിന്റെ തലസ്ഥാനമാണിതെങ്കിലും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വളരെയധികം ചുരുങ്ങിപ്പോകുന്നു. സോ എനിക്ക് തോന്നുന്നത് അവർ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അവർക്ക് വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരുടെ വീടിന്റെ മുന്നിൽ ഓടയിന്ന് വെള്ളം പോകുന്നില്ല, സെഫ്റ്റി ടാങ്ക് ഓവർഫ്ലോ ആകാൻ പാടില്ല, ഞങ്ങളുടെ സ്ട്രീറ്റുകളിലെല്ലാം വെള്ളം വരണം, വെളിച്ചം ഉണ്ടാകണം, കരണ്ട് കട്ടാകാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ അവർക്കറിയാം ആർക്കാണ് പവർ ഉള്ളതെന്നും ആരാണ് അധികാരത്തിലുള്ളതെന്നും. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇന്ന് ഞാൻ അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ചിറകു കൊടുത്ത് അവർ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി, ഞാൻ വിചാരിക്കുന്നത് ഡൽഹിക്കൊരു ഫുൾ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് വളരെയധികം ബാക്ക്ലോങ് ഉണ്ട്. 27 വർഷമായിട്ടുള്ള ബാക്ക്ലോങ്ങുകളുണ്ട്. ആ ജോലികളെല്ലാം ചെയ്ത് തീർക്കണമെങ്കിൽ ഞാൻ ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെട്ടേ മതിയാവൂ. താങ്കൾ പറഞ്ഞു വരുന്നത് അവരൊന്നും ചെയ്തില്ലെന്നോ? അവര് ഒരു ബോട്ടിലിനോടൊപ്പം മറ്റൊരു ബോട്ടിൽ ഫ്രീ ആയിട്ട് നൽകി. ഇതെല്ലാം സത്യമാണ്. പഠിച്ച രാഷ്ട്രീയക്കാരുടെ അടുത്തെല്ലാം സത്യത്തിലുള്ള റീസൺ ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തൊന്നും നടന്നിട്ടില്ല. അതവര് ചെയ്തിട്ടുണ്ട്. അവരെന്തൊക്കെയാ പറഞ്ഞത്? വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും, കരണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, ഒരു ബോട്ടിലിന് ബോട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ജയിപ്പിച്ചത്. അതിനുശേഷം ജനങ്ങൾക്ക് മനസ്സിലായി ഇത് വെച്ച് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറും വേണം, എഡ്യൂക്കേഷനും വേണം, ഹെൽത്തും വേണം, ഡൽഹിയുടെ വളർച്ചയും വേണം. ഡൽഹിയെ ലഹരിയിൽ അടിമപ്പെടുത്തുന്നവരെ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ വളരെയധികം ദേഷ്യത്തോടെ അവരിവിടുന്ന് പറഞ്ഞുവിട്ടത്. ഡൽഹിയിലുള്ള ജനങ്ങൾ താങ്കളുടെ സർക്കാരിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കിപ്പോൾ പബ്ലിക്കിനോട് ചോദിക്കാം. ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി ശ്രീമതി ആതിഷി നിങ്ങൾക്ക് നേരെ ഒരു കുറ്റം ആരോപിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഭരണം തുടങ്ങിയത് മുതൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് ഭരണം നിയന്ത്രിക്കുന്നത് എന്ന്. ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാ, ഈ സമൂഹത്തിൽ കഴിഞ്ഞ്, അതായത്
33 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യം നഗരസഭാ കൗൺസിലറും 3 പ്രാവശ്യം നിയമസഭാ അംഗവും. അതുകൊണ്ട് എന്റെ ജോലി മറ്റുള്ളവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്റെ കൂടെ ഒരു ടീമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങള് ഒന്നിച്ചു നിന്ന് ജോലി ചെയ്യുന്നു. ഇന്ന് പാർട്ടിയിലെ ജനങ്ങളും RWയിലുള്ളവരും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും. ഇപ്പൊ ഒരു കുടുംബത്തിലെ അംഗമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അവരൊത്തൊരുമിച്ച് നിൽക്കാൻ പാടില്ലെന്ന്. എങ്ങനെയാണോ ആയിരക്കണക്കിന് ജനങ്ങൾ എന്റെ കൂടെ ചേർന്നിരിക്കുന്നത്, അങ്ങനെയാണ് എന്റെ കുടുംബാംഗങ്ങളും എന്റെ കൂടെ ചേർന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാം ഒന്നിച്ച് ജോലി ചെയ്യുന്നു. രേഖ മാഡം, ഇത് സത്യമാണോ? വിവാഹത്തിന് ശേഷം താങ്കൾ പബ്ലിക് ജോലികളെല്ലാം വിട്ടിട്ട് കുറച്ചുനാൾ വീട്ടിൽ തന്നെ ഇരുന്നെന്ന് സത്യമാണോ അത്? രജത് സാർ, ഞാൻ എങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണോ വന്നത്? ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതുവരെ എന്റെ കുടുംബത്തിന് എന്തുവെന്ന് പോലും അറിയില്ലായിരുന്നു. പ്രസിഡന്റ് ആവണമെങ്കിൽ പാർട്ടിയില് തിരഞ്ഞെടുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞത്, ദാ നോക്കു മോളെ, രാഷ്ട്രീയം കൊച്ചുകുട്ടികൾക്ക് ചേർന്ന ജോലിയല്ലെന്ന്, പ്രത്യേകിച്ചും പെമ്പിള്ളേർക്ക് പറ്റിയ ജോലിയല്ലെന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവിടെയും ഈ തീരുമാനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു സാധാരണ ജീവിതം, കുടുംബത്തെ നോക്കണം. സോ ഈ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടിയെപ്പറ്റി ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അതില് ഒരു പെണ്ണ് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു വിചാരിച്ച് എന്നെ കണ്ടുപിടിച്ച് എന്റെ വിരള് പിടിച്ച് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്നു. അവരെല്ലാം എന്നെ ഉപദേശിച്ച് ആ വിത്തിപ്പം മുളച്ച് ഒരു വലിയ മരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആ മരത്തിന്റെ നിഴലുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റിയിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ എവിടെ പോയാലും ശരി താങ്കളുടെ ചുറ്റിനും ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടാവുമെന്നാണ്. അവർക്കെല്ലാവർക്കും താങ്കൾ ഒരു ഇൻസ്പിറേഷനായിട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പകുതി ജനങ്ങളും ദാ നോക്ക്, ഇവിടെ എത്രയോ സഹോദരിമാരിയ്ക്കുന്നുണ്ടെന്ന്. അവർക്കെല്ലാം തീർച്ചയായിട്ടും അത് തോന്നും. രേഖാ ഗുപ്തയല്ല മുഖ്യമന്ത്രിയായതെന്നും ഞങ്ങളാണ് മുഖ്യമന്ത്രിയായതെന്നും. പിന്നെ കണ്ട് പിന്നെ അവർക്കെല്ലാം എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് വെച്ചാ, എവിടെ പോയാലും നിങ്ങൾ മറ്റ് സ്റ്റേറ്റിലുള്ള CM-നൊക്കെ നോക്ക്, എല്ലാരും 2 അടി മാറിയേ നിൽക്കാറുള്ളൂ. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ ജനങ്ങളെല്ലാം എന്റെ അടുത്ത് എന്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവരെല്ലാം എന്നെ അനുഗ്രഹിക്കാറുമുണ്ട്. അവരൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ കറന്റില് എത്ര മുഖ്യമന്ത്രിയുണ്ട്? അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാ? അത് മാത്രല്ല, എന്തുകൊണ്ട് ഇൻസ്പയർ ആയെന്നും പറയണം. എനിക്ക് ഇഷ്ടമുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാ യോഗിജി അദ്ദേഹമാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ്. ഓക്കെ മാം, ഈ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. ഈ ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. അദ്ദേഹം വളരെ നല്ലൊരു ആക്ടറാണ്. ആ അഭിനയത്തെ നമ്മളെ പ്രശംസിച്ചേ മതിയോ. കേജ്രിവാൾ സാർ ഒരു സാധാരണ ഷർട്ട് ഇടുന്നതും 42 സൈസിന് 44 ഇടുന്നതും അതുപോലൊക്കെ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ CM ആയിരുന്നുകൊണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ്. രേഖ മാം പൊതുവെ പറയാറുണ്ട്, ചിലര് എല്ലാം പകുതി നിർത്തുമെന്ന്. താങ്കളെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേജ്രിവാൾ താങ്കളെ ഫോളോ ചെയ്യുന്നെന്ന്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, താങ്കൾ അദ്ദേഹത്തിന്റെ സീസ്മകളിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ താങ്കൾക്ക് വേണ്ടി വലിയൊരു രാജ്മഹൽ കെട്ടുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മനുഷ്യൻ, അദ്ദേഹം രാംലീല മൈതാനത്തെ പോരാട്ടത്തിൽ നിന്നും വന്നാണ്. എനിക്ക് പദവി വേണ്ട, പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, കാറ് വാങ്ങില്ല, ബംഗ്ലാവ് വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. 80 കോടി ജനങ്ങളുടെ രക്തവും വിയർപ്പും ചിന്തി സമ്പാദിച്ച കാശ് വെച്ച് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി വലിയൊരു വീട് വെച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കർട്ടൻസും സോഫ, ബെഡ് എന്നിവയൊക്കെയുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുന്നു. പിന്നെ ജനങ്ങളിപ്പോ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു.
അതെങ്ങനെയുള്ള വീടാന്ന് വെച്ചാ ആ വീടിന്റെ വാതിൽ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി തുറക്കാറില്ല. ആർക്കും അകത്ത് കടക്കാൻ പറ്റില്ല. അത് പേഴ്സണൽ യൂസിനുള്ളതാണ്. പക്ഷെ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ അതെല്ലാം ജനങ്ങളുടെയാണ്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് 4 മാസം ആകുന്നു. എന്റെ വീട്ടിൽ എനിക്ക് സ്ഥലമില്ലെങ്കിൽ ഞാൻ തെരുവിലാണെങ്കിലും ഒരു കസേര ഇട്ടിരിക്കും. അവിടെ ഇരുന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദിവസവും ഞാൻ നടത്തിക്കൊടുക്കും. പൊതുജനസേവ എവിടെ ഇരുന്നാലും ചെയ്യാവല്ലോ. അതായത് ഗവൺമെന്റിൽ നിന്ന് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഗവൺമെന്റ് എനിക്ക് താമസിക്കാൻ ഒരു വീട് തന്നാലും ഇതുവരെയായിട്ടും ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി അത് വാങ്ങിച്ചു കാണില്ല. അതായത് ഒരു സ്ഥലം, അതായത് LGയുടെ ഒരു 4th ഗ്രേഡ് എംപ്ലോയി ഇരിക്കുന്ന സ്ഥലം പോലെ ഡൽഹി മുഴുവൻ മുഖ്യമന്ത്രിക്കായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. എനിക്ക് ഈസിയല്ലേ, അത് മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ പോയി അവിടെ താമസിക്കും. ഞാനാ അത് വേണ്ടാന്ന് വെച്ചത്. ഷീസ് മഹൽ തന്നിട്ട് പോലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെന്റിനോട് തന്നെ പറഞ്ഞു, ഒരു ദിവസം ആയിരക്കണക്കിന് ജനങ്ങൾ എന്നെ കാണാൻ വരുന്നുണ്ട്, അവരോട് സംസാരിക്കാൻ പറ്റുന്ന പോലെ ഒരു സ്ഥലം എനിക്ക് തന്നാൽ തീർച്ചയായിട്ടും അവിടെ താമസിക്കുമെന്ന്. ഇന്ന് ഒരു വീട്ടിൽ അവിടെ എനിക്ക് പബ്ലിക് ഡീലിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ എന്നെ കാണാൻ ജനങ്ങൾ എത്തുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എന്റെ വീട് എപ്പോഴും തുറന്നു തന്നെ കിടക്കും. രാവിലെ എപ്പം നിങ്ങൾ വീട്ടിലെത്തിയാലും എന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും. കേജ്രിവാളിന്റെ വീട്ടിൽ ആർക്കും അകത്തേക്ക് കടക്കാനേ പറ്റില്ല. പക്ഷെ എന്റെ വീട് ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും. പക്ഷേ അപ്പൊ തങ്ങൾക്ക് മനസ്സിലായല്ലേ അതിനകത്തേക്ക് പോകുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാണെന്ന്. പക്ഷേ ഞാൻ എന്റെ ഡൽഹി ജനങ്ങളെല്ലാവരും, ഡൽഹി NCRലിരുന്ന് ജനങ്ങളൊക്കെ വരുമ്പോ എന്റെ വീട്, എന്റെ ഓഫീസ്, നേരത്തെയുള്ള പാർട്ടി ആയിരുന്നെങ്കിൽ ആർക്കും അകത്തേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്റെ സമയവും നിങ്ങളുടെയാണ്, എന്റെ വീടും നിങ്ങളുടെയാണ്. നോക്കൂ മാം, താങ്കളുടെ വീടിനെക്കുറിച്ച് ജൂൺ 28-ാം തീയതി PWDയുടെ ഒരു ടെൻഡർ അയച്ചിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വീട് കെട്ടുന്ന സമയത്ത് അതിൽ 24 AC കാണും, 5 സ്മാർട്ട് TV കാണും, ഓരോന്നിനും 9 ലക്ഷം, 3 നിലവിളക്ക് കാണും, 115 ലൈറ്റുകൾ കാണും, 73 സീലിംഗ് ഫാനുകളും കാണും, 6 ഗ്രീസർ കാണും, ഹൈ ക്വാളിറ്റി RO കാണും, 10 ഫെഡ്ലൈറ്റ് കാണും, അഡ്വാൻസ്ഡ് CCTVയും കാണും, പിന്നെ ടോപ്പ് ക്ലാസ് ഇന്റർനെറ്റും. സർ, ഞാൻ നാളെ തന്നെ എന്റെ ഓഫീസ് തുറന്നു തരാം. നാളെ തന്നെ ഇൻവിറ്റേഷനും തരാം. താങ്കൾ തീർച്ചയായിട്ടും വരണം. പിന്നെ ഇതിനെല്ലാത്തിനും മര്യാദ കൊടുക്കുന്ന ആം ആദ്മി പാർട്ടിക്കാര് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് താങ്കൾ ചെക്ക് ചെയ്യണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാ, അവരിൽ ആരൊക്കെ അധികമാ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ, ചെയ്തതാരാണോ, ആരൊക്കെയാണ് ഡൽഹിക്ക് ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടാക്കിയത്, അവർക്ക് ഡൽഹിയിലെ ജനങ്ങൾ അവരുടെ 10 വർഷത്തെ ഭരണത്തിന് ക്ലിയർ കട്ട് മാൻഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അവരൊക്കെ ഇന്ന് വന്ന് ഡൽഹിയുടെ സ്ഥിതിഗതികളെ നശിപ്പിക്കാൻ നോക്കിയ, ഡൽഹിയിലെ ജനങ്ങളെ മിസ്ഗേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച അന്നത്തെ ദിവസം എന്റെ വീട്ടിൽ, അവരുടെ വീട്ടിലെ ഡോർമേറ്റിന് എത്രത്തോളം വിലയുണ്ടോ ആ കാശിനാണ് ഞങ്ങളൊരു വീട് വെക്കുന്നത് തന്നെ. അവരുടെ ഡോർമേറ്റിന്റെ കട്ടന്റെ കാശാണ് ഞങ്ങളുടെ വീട്. അങ്ങനെയുള്ളവരിങ്ങനെ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ മേൽ പഴിയിടുകയാണെങ്കിൽ അതൊരിക്കലും നല്ലതിനല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. बागवान ने भी न जाने कैसे कैसे शौक पाल रखे हैं, फूलों के गमलों में कांटे संभाल रखे थे. इस सियासत में तो चित भी उनकी, पट भी उनकी. हमने क्या बेवजह सिक्के उछाल रखे हैं? तो बात नहीं करेंगे. എന്റെ ജീവിതം വളരെ ട്രാൻസ്പെറന്റ് ആണ് സർ. ആരായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ വന്ന് വേണേലും എന്നെ തീർച്ചയായിട്ടും കാണാം. ഞാൻ ആരെയും പോലെ സീക്രട്ടായിട്ട് മീറ്റിംഗ് ഒന്നും നടത്താറില്ല. എന്റെ കയ്യിൽ 100 കണക്കിന് മൊബൈൽ നമ്പറുകളൊന്നുമില്ല. ആരെങ്കിലും പിടിച്ചാൽ എറിഞ്ഞു പൊട്ടിക്കാൻ ആകെ ഒരു ഫോണേ ഉള്ളൂ, ഒരു വീടേ ഉള്ളൂ. ജനങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ താമസിക്കും, ഇല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ താമസിക്കും. ഇന്നും ഞാൻ റോഡ് തന്നെയാണ്. ഇപ്പോ പബ്ലിക്കിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിക്കാം. കേജ്രിവാൾ സാർ അദ്ദേഹത്തിന്റെ പീരീഡില് ഒരു വലിയ ശീഷ് മഹൽ പണിതായിരുന്നു. അതുമാത്രമല്ല, അതിന് ഒരുപാട് കാശും ചെലവാക്കി. നിങ്ങളിപ്പോ ഇനിയിപ്പോ അതെന്ത് ചെയ്യും? ശരിയാണ്, ഒരു സ്ത്രീയായിട്ട് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പദ്ധതി ഇതാണ്. അത് ജനങ്ങളുടെ പണമാണ്. ആ പണത്തെ എങ്ങനെയാണോ ഇല്ലാതാക്കിയത്, ഞങ്ങളുടെ പരിശ്രമം ഇതാണ്. അതിന് ഞങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുമെന്ന് വെച്ചാൽ, ആ പണമെല്ലാം തീർച്ചയായിട്ടും ഖജനാവിലേക്ക് വരണം. അത് വെച്ച് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പദ്ധതി. ഒരുപക്ഷെ താങ്കൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നഷ്ടവും ഇല്ലല്ലോ. എനിക്ക് ഉറക്കം വരാറില്ല.
അത് കാണാൻ എങ്ങനെയുണ്ടാകുമെന്ന് വെച്ചാ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നു, പക്ഷേ കേജ്രിവാൾ സാർ അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ആ കർട്ടൻ പോലും ഓപ്പൺ ചെയ്യാറില്ല. ജനങ്ങളുടെ ശബ്ദം ഒരിക്കലും അദ്ദേഹത്തിന്റെ കാതിൽ വീഴില്ല. അദ്ദേഹം സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ആ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴും ആ പാർട്ടിയുടെ MLA-മാര് ഞങ്ങളോട് വന്ന് പറയാറുണ്ട്, ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് കണ്ടിട്ട് പോലും ഇല്ലെന്ന്. അവിടെ CM-ന്റെ ഓഫീസും ഉണ്ട്. ഇന്ന് ആ സെക്രട്ടേറിയറ്റും ആ ഓഫീസും ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഒരു പൊതുസ്ഥലമാണ്. ഇതിനു മുമ്പ് ജനങ്ങൾ അവിടെ വന്നിട്ടില്ല, കാരണം അവരെ അനുവദിച്ചില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അതായത് ജനങ്ങൾക്ക് വന്നിട്ട് പോകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച്. അതായത് തങ്ങൾ പഴയ വണ്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ധാരാളം ജനങ്ങളുണ്ട്, റിട്ടയർഡായ വ്യക്തികൾ. അവരുടെ കയ്യിലുള്ള ഏക സ്വത്തെന്ന് പറഞ്ഞാൽ ആ പഴയ വണ്ടികളായിരിക്കും. പ്രായമുള്ളവർ കാണും, അവരൊരു പ്രാവശ്യം പോസ്റ്റ് ഓഫീസിൽ പോവും, ബാങ്കിൽ പോവും, ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവും. അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് പുതിയ വണ്ടി വാങ്ങിക്കാൻ സാധിക്കുക? എങ്ങനെ പഴയ വണ്ടി അവർക്ക് സ്ക്രാപ്പിലിടാൻ സാധിക്കും? രജിത് സാർ, ഡൽഹിയുടെ ദൗർഭാഗ്യം ഇതാണ്. ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടിരുന്നിട്ടും ലോക ഭൂപടത്തില് ഡൽഹി എല്ലാത്തിലും വലിയ പൊല്യൂട്ടഡ് സിറ്റിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മുൻപുള്ള സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടേയില്ല. ഡൽഹി താമസിക്കുന്ന ജനങ്ങൾക്ക് ശുദ്ധവായു നൽകി അവിടുത്തെ പൊല്യൂഷൻ മാറ്റാൻ അവരൊരിക്കലും പരിശ്രമിച്ചില്ല. വളരെ വർഷങ്ങളായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഗ്യാസ് ടെമ്പർ ഉണ്ടാവുന്നു. ആക്ച്വലി ഇതൊരു ഗ്രീൻ ക്യാപിറ്റലായിട്ട് മാറേണ്ടതാണ്. സോ അതിനുശേഷം എന്ത് സംഭവിച്ചു? കോർട്ട് അവരുടെ വിചാരണ ആരംഭിച്ചു. അതിനുശേഷം NGT അവരുടെ വിചാരണ ആരംഭിച്ചു. അതിനുശേഷം CA, പിന്നെ QM അവരുടെ പുസ്തകത്തെ ഓപ്പൺ ചെയ്തു ഡൽഹിയെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവരവരുടെ ഓർഡർ ഓപ്പൺ ചെയ്തു. പിന്നെ ഈ ഓർഡർ, നിങ്ങളുടെ വണ്ടിക്ക് 15 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ അതിനൊരിക്കലും പെട്രോൾ കിട്ടില്ല. ഇത് ഗവൺമെന്റിന്റെ ഓർഡറല്ല, ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവാണ്, NGTയുടെ ഉത്തരവ്, CA-QM-ന്റെ ഉത്തരവ്. ഇതിന് ഞാനും വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനും ആലോചിച്ചു ഇതൊരിക്കലും ശരിയല്ലെന്ന്. പിന്നെ ഞാൻ ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൊടുക്കുകയാണ്. അവരുടെ ചിന്തകൾ, അവരുടെ ശ്രദ്ധകൾ, പിന്നെ അവരുടെ അധികാരികളുടെ വിഷയത്തെ ഞങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിലും വെക്കുന്നതായിരിക്കും. അത് കോർട്ടായാലും ശരി, അത് NGT ആയാലും ശരി, ഭരണപരമായാലും ശരി. ഡൽഹിയിലെ ജനങ്ങൾക്ക് അന്യായം നടക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയോ ജനങ്ങളുണ്ട്. ജനങ്ങൾ വീഡിയോ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പത്രങ്ങളിൽ എഴുതാറുണ്ട്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ 82 ലക്ഷം രൂപയ്ക്ക് മെഴ്സിഡീസ് വാങ്ങിച്ച് ഇപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വരുന്നെന്ന്. മറ്റൊരു വ്യക്തി എന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ വണ്ടി 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, ആ വണ്ടി ഞാൻ നന്നായിട്ട് ഓടിച്ചിട്ട് പോലുമില്ല, പക്ഷേ ഇപ്പോൾ വിൽക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണെന്ന്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ജനങ്ങൾ ഇന്നും, അതായത് എന്റെ അച്ഛൻ ഒക്കേഷന് വേണ്ടി മാത്രമാണ് വണ്ടി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കല്യാണത്തിന് പോയാൽ മാത്രം എടുക്കും. പിന്നെ അദ്ദേഹം തനിയെ സ്കൂട്ടർ പോകാറുള്ളൂ. ഇതുപോലെ ആയിരക്കണക്കിന് ഫാമിലി, മിഡിൽ ക്ലാസ് ഫാമിലി വണ്ടി ഒക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത് ശരിയാണ്, ഗവൺമെന്റ് മര്യാദയ്ക്ക് ജോലി ചെയ്യാത്ത കാരണം കൊണ്ട് എന്ത് ഓർഡറാണോ ഇട്ടത് ആ നഷ്ടം ജനങ്ങൾ വഹിക്കേണ്ട ബാധ്യതയില്ല. ഇനിയും പാരാമീറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ ഇതെന്തൊരു ന്യായമാണ്? ഡൽഹി NCR-ന് പെട്രോൾ തരാൻ പറ്റും, പക്ഷെ ഡൽഹിക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്തോ ഒരു 6 കിലോമീറ്റർ മാറി പെട്രോൾ വാങ്ങിക്കാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഇതിനെപ്പറ്റി റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാറില്ല. ഇത് അവരുടെ അക്സെപ്റ്റൻസ് ആണ്. കഴിഞ്ഞ ഗവൺമെന്റ്, അതായത് കേജ്രിവാൾ സാർ, വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യുന്ന ഓർഡർ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് 1.5 വർഷമായിട്ട് വണ്ടികളെല്ലാം സ്ക്രാപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ വണ്ടിയൊക്കെ എങ്ങനെ എടുത്തോണ്ട് പോയെന്ന് വെച്ചാ എന്തോ റെയ്ഡ് ചെയ്യുന്നത് പോലെ അവരുടെ വണ്ടികളൊക്കെ എടുത്തോണ്ട് പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം അത് സ്ക്രാപ്പായെന്ന് പറയും. ഡൽഹി ജനങ്ങൾക്ക് ഇതുപോലെ തുടർന്ന് അന്യായങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ജോലി ചെയ്യാത്തത് ഗവൺമെന്റ്, പക്ഷെ കഷ്ടപ്പാടല്ല ജനങ്ങൾക്കും. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി ഒരിക്കലും നടക്കില്ല. ഞങ്ങൾ രണ്ടും ചെയ്യും. ഞങ്ങൾ ജോലിയും ചെയ്യും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. പിന്നെ അന്യായം നടക്കാൻ സമ്മതിക്കുകയില്ല. അന്യായത്തിനെതിരെ പ്രതികരിക്കും, അതും വളരെ ശബ്ദത്തോടെ. ഡൽഹിയുടെ പഴയ മുഖ്യമന്ത്രിയായ അദിതി സിംഗ് അവർ പറയുന്നത് ഡൽഹിയിൽ 62 ലക്ഷം പഴയ വണ്ടികളുണ്ടെന്നാണ്. അതിന്റെ മേൽ ആക്ഷൻ എടുത്തിട്ട് അതെല്ലാം മാറ്റണമെന്നാണ് പറയുന്നത്. സോ BJP നേതാക്കന്മാർ വണ്ടി നിർമ്മാണ കമ്പനികളുടെ അടുത്തുനിന്നും ധാരാളം പണം വാങ്ങിയിരിക്കുന്നതായിട്ടും എല്ലാവരും പറയുന്നു. അല്ല, ഇതുപോലുള്ള ബുദ്ധിയൊക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ. ദിവസം മുഴുവൻ ഇരുന്ന് ഇത് ആലോചിച്ചോണ്ടിരിക്കും. എന്ത് ചെയ്യാം? പറഞ്ഞു വന്ന അവർ അഭിനയിക്കാൻ മിടുക്കരാണ്. അവരുടെ അഭിനയത്തെ നമ്മൾ പുകഴ്ത്തിയേ മതിയാവും. പ്രത്യേകിച്ച് കേജ്രിവാൾ സാർ ഈ കുറഞ്ഞ ഷർട്ട് ഇടുന്നത്, 42-ന് 44 ഇടുന്നത്, ഇതുപോലെയൊക്കെ.
അടുത്ത മുഖ്യമന്ത്രി ആദിഷി അദ്ദേഹം ഡബിൾ ചെയറിൽ ഇരിക്കുന്നത് ഞാൻ ഭരതനാണ്, രാമൻ വനവാസത്തിന് പോയിരിക്കുകയാണ്, പിന്നെ ജയിലിൽ നിന്ന് വരും. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല. നിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കൂ. ചരിത്രത്തിൽ ഇതുപോലെ മുഖ്യമന്ത്രി 2 കസേരയിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? രാമൻ ജയിലിൽ നിന്ന് വരും, അവിടെ വന്നിരിക്കുമെന്നൊക്കെ. അവര് തന്നെ പറയുന്ന കാര്യങ്ങളാണ്, അവര് തന്നെ ചെയ്ത കാര്യങ്ങളുമാണ്. ഞങ്ങൾ വന്നിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. പക്ഷെ കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യണം, പൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പം നിങ്ങളൊന്നും ചെയ്യാതെ ഓഡ് ഈവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓഡ് ഈവൻ വെച്ചിട്ട് പൊല്യൂഷൻ മാറിയോ? ജനങ്ങൾക്ക് പ്രശ്നമല്ലേ ഉണ്ടായുള്ളൂ. ഇന്ന് നിങ്ങൾ ചെയ്ത വച്ച കാര്യം കൊണ്ട് ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. പിന്നെ നിങ്ങൾ ട്വീറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് പറയുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, വിഷമിക്കേണ്ട. ഡൽഹിയിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പറഞ്ഞത് തന്നെ ചെയ്യും. താങ്കൾ പറയുന്നത് പൊല്യൂഷന് വേണ്ടി അവരൊന്നും ചെയ്തില്ലെന്നുള്ളതാണ്. പക്ഷെ അവര് പറയുന്നത് ഞങ്ങളൊരു കെമിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അതെ. വൈക്കോലിൽ വെച്ചാൽ എല്ലാം ശരിയാവുമെന്നാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ബഡ്ജറ്റ് നോക്കുമ്പോൾ റിസർച്ചറോട് ചോദിച്ചു എന്തൊക്കെ ജോലികളാണ് ഇവിടെ നടക്കുന്നതെന്ന്. നിങ്ങൾ വൈക്കോൽ കെമിക്കൽ തയ്യാറാക്കുന്നില്ല, അതെന്തായെന്ന്. കേജ്രിവാൾ സാർ ടിവിയിൽ അതിനെക്കുറിച്ച് നിറയെ പറഞ്ഞിരുന്നില്ലേ, പൊല്യൂഷന് മരുന്ന് തയ്യാറാക്കുന്നെന്ന്. അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞത് മാഡം ഞങ്ങളെ കൊണ്ടത് സാധിക്കില്ലെന്ന്. അപ്പൊ അത്രയും പ്രചാരണം നടന്നു. ആ പ്രചാരണത്തിന് എത്ര ചെലവായി കാണും? അതിന് ഉത്തരം നൽകിയത് 80 കോടി രൂപ ചെലവായിരുന്നു. ഞാൻ ചോദിച്ചു മരുന്ന് റെഡിയായോന്ന്. അത് തയ്യാറാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തയ്യാറാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് 80 കോടി രൂപ ചെലവ്. നടക്കാത്ത ജോലിക്കാ ചെലവാക്കിയിരിക്കുന്നത്. ഇതുപോലെ നിറയെ സംഭവങ്ങളുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തണമെന്നൊരു ഉത്തരവിട്ടു. ഷോപ്പിംഗ് ഫെസ്റ്റ് നടത്താൻ പോവാന്നാ പറഞ്ഞത്. അതിന്റെ അഡ്വർടൈസ്മെന്റിന്, അതായത് ആ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ അഡ്വർടൈസ്മെന്റിന് ചെലവായത് 27-28 കോടി രൂപ. ശരി, അതെങ്കിലും നടന്നോന്ന് ചോദിച്ചു. അദ്ദേഹം ഇല്ല മാഡം, നടന്നില്ലെന്നു. അതായത് അവരവരുടെ ഇഷ്ടത്തിന് സംസാരിക്കും സർ. പക്ഷെ നിങ്ങൾ BJP-ക്കാർ എന്തുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത്? അതെ അതെ, ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിശാലികളാ. ഞങ്ങളാണ് അവരുടെ ശീഷ് മഹൽ കെട്ടാൻ പറഞ്ഞത്. പിന്നെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഈ മദ്യനയം അഴിമതിയൊക്കെ ഞങ്ങളാണോ പറഞ്ഞ് ചെയ്യിപ്പിച്ചത്? ഒന്നിനൊന്ന് ഫ്രീ എന്ന് ഞങ്ങളാണോ പറഞ്ഞത്? ഇതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ മറ്റു ജോലികളൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതാ നോക്ക്, അവർ ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ ചെയ്തു. അവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് ALJയുടെ അടുത്തേക്കും TMന്റെ അടുത്തേക്കും മറ്റുള്ളവരുടെ അടുത്തേക്കും തള്ളിവിടുകയാണ്. പൊല്യൂഷനെ കുറിച്ച് അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളും ഈ ആർട്ടിഫിഷ്യലായിട്ട് മേഘങ്ങൾ ഉണ്ടാക്കിയിട്ട് മഴ പെയ്യിപ്പിക്കുമെന്നാണ്. ആർട്ടിഫിഷ്യൽ ക്ലൗഡ്. ഇപ്പൊ അതാണ് താങ്കളുടെ സർക്കാർ സംസാരിക്കുന്നത്. അവര് പറയുന്നത് അവര് ചെയ്യിപ്പിച്ചില്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന്. അതെ, ഇത് സത്യമാണ്. അവര് ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ പല പ്രാവശ്യവും ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഡൽഹി നാശമാവാതെ സംരക്ഷിച്ചു. പിന്നെ ഡൽഹിയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് നിർത്തിവെച്ചു. അവരെവിടെല്ലാം അഴിമതി നടത്തിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ചു. സോ ഡൽഹിയിലെ ജനങ്ങളുടെ വേദന ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി. സോ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്കറിയാം. പിന്നെ അവർ അഴിമതി കാണിക്കാൻ വേണ്ടി എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്തു അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഈ റിസൾട്ട് കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ ഈ റിസൾട്ടിന്റെ കാരണം എന്തായിരിക്കും? അവർ സ്കൂളിൽ അഴിമതി കാണിച്ചു, മെഡിസിനിൽ അഴിമതി കാണിച്ചു, ഹോസ്പിറ്റലിൽ അഴിമതി നടത്തി. ഒരു സ്ഥലം വിടാതെ എല്ലാ സ്ഥലത്തും അഴിമതി കാണിച്ചു. കേജ്രിവാൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മോദി പറഞ്ഞിരിക്കുകയാണ് എവിടൊക്കെ ചേരിയുണ്ടോ അവിടെ എല്ലാം വീട് കാണുമെന്ന്. പക്ഷേ രേഖാ ഗുപ്തയുടെ ഭരണസമയത്ത് എവിടൊക്കെ ചേരികളുണ്ടോ അവിടെയെല്ലാം മൈതാനമാകുന്നു. ഡൽഹിയുടെ ഈ അവസ്ഥയെന്ന് നോക്ക്. മൊത്തത്തിൽ 27 വർഷം അവർ ഭരിച്ചതാണ്. 15 വർഷം കോൺഗ്രസും 12 വർഷം കേജ്രിവാൾ സാറും. അവരുടെ ലക്ഷ്യം ഒരു കാര്യമായിരുന്നു, പാവപ്പെട്ടവരെപ്പോഴും പാവപ്പെട്ടവരായിരിക്കും. അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, ഒരു വീട് പോലും കൊടുക്കാൻ പാടില്ല. 50,000 ഫ്ളാറ്റ്സ് പണി കഴിഞ്ഞ് തയ്യാറായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കെട്ടി പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മൊത്തം പാഴായി പോയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോസ് ആക്കിയിരിക്കുന്നത്. പക്ഷെ പാവപ്പെട്ടവർക്ക് കൊടുക്കില്ല. മോഡിജി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചേരിക്ക് പകരം നല്ല വീട് തരുമെന്ന്. പിന്നെ കൊടുക്കാൻ ആരംഭിച്ചു. ഇന്ന് കേജ്രിവാൾ സാർ ഏത് വീടിനെ പറ്റിയാണോ പറയുന്നത്? താങ്കളത് പറ, ജനങ്ങളും അത് പറയട്ടെ. ഏത് ജനങ്ങൾക്കാണോ അദ്ദേഹം വീട് നൽകിയത് ആ ചേരികളൊക്കെ അദ്ദേഹം ഒഴിപ്പിക്കില്ലേ? ആ ഏജൻസി, ലാൻഡ് ഓണർ ഏജൻസി, ആ സ്ഥലങ്ങളൊക്കെ ഒഴിപ്പിക്കില്ലേ? പിന്നെ ആരൊക്കെയാണ് റെയിൽവേ ട്രാക്കില് ആ ട്രാക്കിന്റെ മേളിൽ താമസിക്കുന്നത്? സെക്യൂരിറ്റി ത്രെഡ് കാണും, സിഗ്നൽ ശരിയായിട്ട് കിട്ടില്ല. ഒരുപക്ഷെ കോർട്ട് ഓർഡർ കൊണ്ടോ സമൻസ് കൊണ്ടോ ഒഴിപ്പിക്കാനുള്ള ഓർഡർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കണ്ടേ? നിങ്ങൾ ഡൽഹിയിലെ ചേരിയിലുള്ള ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞ് അവരെ മിസ്ഗൈഡ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വീടൊക്കെ തകർന്നു വീഴാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇതായിരുന്നു നേരത്തെയുള്ള ഗവൺമെന്റ്. ഇത് ജനങ്ങൾക്ക്
ചേരിയിലുള്ള ജനങ്ങൾക്ക് വീട് കൊടുക്കാന്ന് പറയുന്നു. ഇപ്പോഴും ഞാനത് പറയുന്നു, താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ. ചേരിയിലെ ജനങ്ങൾക്ക് ആക്ച്വലി ഒരു പാരാമീറ്റർ ഉണ്ട് സർ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പാരാമീറ്റർ 2015 റെഡിയാക്കിയത്. അത് ആം ആദ്മി ഗവൺമെന്റ് ആണ് റെഡിയാക്കിയത്. അതില് 2015 മുമ്പ് ആരൊക്കെയാണോ ഡൽഹിയിലെ കുടിയേറ്റക്കാർ അവർക്ക് വീട് കൊടുക്കണമെന്ന്. സോ ഇന്ന് ആ പാരാമീറ്ററിനുള്ളിൽ ആരൊക്കെയാണോ വരുന്നത് അവർക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വീട് കൊടുക്കുന്നുണ്ട്. അതിൽ പെടാത്തവർക്ക് അത് നിങ്ങളാണ് തീരുമാനിച്ചത്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കും വീട് സ്വന്തമായിട്ട് വേണമെന്ന്. ഞങ്ങളുടെ അടുത്ത് ഇപ്പം 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ പോളിസി തെറ്റായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോളിസി മാറ്റണം. അപ്പൊ ജനങ്ങൾ പറയുന്നു 2 മാസത്തിന് മുമ്പ് വന്നവർക്ക് പോലും വീട് നൽകുന്നുവെന്ന്. അവരും ടാക്സ് പെയർ ആണ്, ഞങ്ങളും ടാക്സ് പേ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കാണ് വീട് കൊടുക്കുന്നതെന്ന്. 15 വർഷം മുമ്പ് വന്നവർക്ക് കൊടുക്കുന്നു, 40 വർഷം മുമ്പ് വന്നവർക്ക് കൊടുക്കുന്നു. ഇത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഞങ്ങൾ മൊത്തം സിസ്റ്റമാറ്റിക്കായിട്ട് ഡൽഹിയിൽ ആരൊക്കെയാണോ ചേരി താമസിക്കുന്നത് നല്ല സൗകര്യത്തോടെ നല്ല വീടുകളിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള കുട്ടികളും നല്ല ചുറ്റുപാടുകളിൽ പഠിച്ചു വളരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാരണം കൊണ്ടും ഒരു ചേരിയിലുള്ള ആൾക്കാരെയും വിട്ടുകളയരുതെന്നാണ് ഞങ്ങളുടെ ഓർഡർ. രേഖമാം, ഞാൻ പല പാവപ്പെട്ടവരുടെയും വീഡിയോസ് കണ്ടിരുന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞതെല്ലാം അശോക് വികാറിലുള്ളവരും ബഷീർപൂരിലുള്ളവരുമാണ്. അവരെന്താ പറയുന്നത് വെച്ചാൽ രാത്രി 3 മണിക്ക് അവിടെ ഡെമോളിഷൻ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അടുത്ത ദിവസം വരെ കോടതി ഡേറ്റ് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും സ്റ്റേ കിട്ടുമായിരുന്നു, പക്ഷെ അതിനുള്ളിൽ ഇടിച്ചു കളഞ്ഞു. നോക്ക്, താങ്കൾ ഏത് ജയിലറിനെ പറ്റിയാണ് പറയുന്നത്? 1675 വീട് കെട്ടി ആ ചേരിയിലുള്ള ജനങ്ങൾക്ക് പ്രധാനമന്ത്രി താക്കോല് നൽകിയിട്ടുണ്ട്, സ്വാഭിമാൻ അപ്പാർട്ട്മെന്റുകൾ. ആ ചേരിയില് എത്ര കുടുംബങ്ങളുണ്ടോ അതിൽ എലിജിബിളായിട്ടുള്ള എല്ലാവർക്കും വീട് നൽകിയിട്ടുണ്ട്. ആർക്കാണോ അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ലയോ അതുപോലെ 200-250 കുടുംബങ്ങളുണ്ട്. അവർക്ക് തുടർന്ന് കോടതി, തുടർന്ന് ലാൻഡ് ഓണിംഗ് ഏജൻസിയും DDNAയും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അവിടുന്ന് ഒഴിയണമെന്ന്. കാരണം നിങ്ങൾക്കുള്ള ഫ്ലാറ്റ് റെഡിയായിട്ടുണ്ട്, അതും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഫ്ലാറ്റ്. എല്ലാവർക്കും എങ്ങനെയാ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് തനിയെ വന്ന് താമസിക്കുന്ന വിധത്തിൽ. അതിനുശേഷം കുറെ പേർ അവരെ മിസ്ഗൈഡ് ചെയ്തു. നിങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കുകയാണെങ്കിൽ ഏജൻസി അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കും. പിന്നെ താങ്കൾ തന്നെ പറ, ഇത് അവരുടെ തെറ്റാണോ മറ്റവരുടെ തെറ്റാണോ അതോ കോർട്ടിനെയാണ് കുറ്റം പറയണ്ടേ? അവര് കോടതിയിൽ പോയി, പക്ഷെ സ്റ്റേ കിട്ടിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആരാണോ അർഹര് അവർക്കെല്ലാം കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. അതിന് സീരിയസ് ആയിട്ട് ഞങ്ങൾ എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട്. തുടർന്ന് 25,000 വീടുകള് ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് വെച്ച് അതും ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീടിനുള്ള ഓർഡർ ശരിയാക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഏത് ഗവൺമെന്റ് ചെയ്യും? ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഡൽഹിയുടെ ഇന്നത്തെ ഗവൺമെന്റ്. ഞാൻ കേജ്രിവാൾ സാറിന്റെ വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹം പബ്ലിക്കിനോട് എന്താ പറയുന്നത് വെച്ചാൽ 40 ലക്ഷം ചേരി നിവാസികൾ ഡൽഹിയിലുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ നടുത്തെരുവിലേക്ക് വരികയാണെങ്കിൽ രേഖ ഗുപ്തയ്ക്ക് അവരുടെ മുത്തശ്ശിയുടെ ഓർമ്മ വരുമെന്ന്. മുത്തശ്ശിയെപ്പറ്റി എനിക്ക് ഓർമ്മ വന്നോണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ കേജ്രിവാൾ സാർ ഡൽഹി വിട്ടിട്ട് പോയത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി അദ്ദേഹം എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു. ഈ ഡൽഹി ഒരിക്കലും വളരാൻ പാടില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അദ്ദേഹം ഇരുന്ന സമയത്ത് പൊല്യൂഷന്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല, മാലിന്യത്തിനെതിരെ ഒന്നും ചെയ്തില്ല, ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഡൽഹിക്ക് ആകെ ചെയ്തത് ഫ്രീ ബീസ് മാത്രമാണ്. വെള്ളം, കറണ്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഒരു ഫ്ലൈ ഓവർ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഡെവലപ്മെന്റും അദ്ദേഹം മൂലം ഉണ്ടായിട്ടേയില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വെച്ചാ, നിങ്ങൾ ആ വ്യക്തികളോട് പറയൂ, നിങ്ങൾക്ക് നൽകിയ വീട് അതിനേക്കാളും നന്നായിട്ട് വേറെന്ത് കിട്ടുമെന്ന്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർ അവിടെ തന്നെ നിൽക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവരോട് ആവശ്യമില്ലാത്ത പറഞ്ഞ് ഇളക്കുന്നു. പക്ഷെ ഡൽഹിയിലെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടരൊന്നുമല്ല. അതിൽ ബുദ്ധിശാലികളുണ്ട്. അവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അവരെന്ത് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ട് കേജ്രിവാൾ സാർ, നിങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക്. 40 ലക്ഷം ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നുള്ളത്. താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരാണോ ഇല്ല ജനങ്ങൾക്ക് നന്മയെന്ന ഗവൺമെന്റിന്റെ കൂടാണോ നിൽക്കുന്നതെന്ന്. അവരെന്താ പറയുന്നത് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് ആ ചേരികളിലെല്ലാം BJPയുടെ നേതാക്കന്മാർ വന്ന് ഉറങ്ങാറുണ്ട്. ചേരിക്കാർ ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയും, അവിടെ പോയി താമസിക്കാറുമുണ്ട്. പക്ഷെ അവരുടെ വീടിടിക്കുന്ന സമയത്ത് ആരും വന്ന് സംരക്ഷിച്ചില്ലെന്ന്. ഇന്നും അതുതന്നെയാണ്. താങ്കൾ ഡൽഹിയിലെ 4 ചേരികളെ 675 ക്ലസ്റ്ററിന്റെ കൂടെ കമ്പയർ ചെയ്താ അതൊന്നും നടക്കില്ല. ഇന്ന് ഡൽഹി മുഴുവനും 675 ക്ലസ്റ്റർ ഉണ്ട്. പക്ഷെ ആക്ഷൻ എടുത്തത് 4 ക്ലസ്റ്ററിനെതിരെ. അതിൽ 3 കോടതിയിൽ കേസുണ്ട്. പിന്നുള്ളത് ലാൻഡ് ഓണിംഗ് ഏജൻസി. അവർക്ക് ഓൾറെഡി വീട് കൊടുത്ത് അവിടുന്ന് ഒഴിപ്പിച്ചു.
ഈ 4 എണ്ണം അല്ലാതെ ഡൽഹിയിൽ വേറൊന്നിനെതിരെ ആക്ഷൻ എടുത്തില്ല. ഇതിൽ വേറെന്താ കാര്യം എന്ന് വെച്ചാൽ കേജ്രിവാൾ സാർ ഇതിൽ കുംഭകർണനാണ്. 6 മാസം പഞ്ചാബിൽ ഗവൺമെന്റ് നടത്തും, അപ്പൊ ഡൽഹിയെ പറ്റി ഓർമ്മയില്ല. ഈ 4 മാസത്തിൽ ഡൽഹി എത്ര മുന്നേറിയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഒരു അവസരം കിട്ടിയപ്പോ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി വന്നു. അദ്ദേഹം പറയുന്ന ചേരിയിലുള്ള ആൾക്കാർക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ലെന്നൊക്കെ. അദ്ദേഹം എത്ര വർഷം ഭരിച്ചതാ? ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരങ്ങളും ഉണ്ടായിരുന്നല്ലോ. ചേരിയിലുള്ള ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വീട് കൊടുത്തിട്ടുണ്ടോ? പറയാൻ പറ, ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോന്ന്? കേജ്രിവാൾ സാർ ഞങ്ങൾക്ക് വീട് തന്നെന്ന് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല സാർ. ഈ ഗവൺമെന്റ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സീരിയസ്ലി ചർച്ച നടക്കുന്നു. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ചേരിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്, അവർക്ക് താങ്കളുടെ സർക്കാരും കേന്ദ്ര സർക്കാരും വീട് കെട്ടിക്കൊടുക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ഈ ചേരിയുള്ള സ്ഥലത്ത് തന്നെ വീട് കെട്ടിക്കൊടുക്കും? 100%. ദാ നോക്ക്, ഇത് കുറേ വർഷത്തെ ബാക്ക്ലോഗാണ്. അതിന് സമയമെടുക്കും. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. നിങ്ങളെ ഇവിടുന്ന് ആരും ഒഴിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കൂ. ആൻഡ് ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇതുവരെ ആരും ചെയ്യാത്തത്. ഇതിനുള്ള ബഡ്ജറ്റ് 700 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ചേരിയിലുള്ള ജനങ്ങളുടെ ഡെവലപ്മെന്റിന് മാത്രമുള്ളതാണ്. 700 കോടി രൂപ എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഓടകൾക്കും, റോഡുകൾ, ഡ്രൈനേജ്, ബാത്റൂമുകൾ. ഇപ്പോഴും ചേരി നിവാസികൾ വെളിയിലാണ് കുളിക്കുന്നത്. അവർക്ക് ടോയ്ലറ്റിൽ പോണെങ്കിൽ വൃത്തികേടുകളായിട്ടുള്ള ടോയ്ലറ്റുകളാണുള്ളത്. അതിനെപ്പറ്റി ഒന്നും വേവലാതിയില്ലായിരുന്നു. ക്ഷമിക്കണം, കേജ്രിവാൾ സാർ ആയിരുന്നെങ്കിലും മറ്റു ഗവൺമെന്റ് ആയിരുന്നാലും. പക്ഷേ അവിടെ എല്ലാവരും വോട്ട് ചെയ്തത് കേജ്രിവാളിനാണല്ലോ. ദാ നോക്ക്, താങ്കളുടെ കുട്ടികൾക്ക് ഏതാണ് ശരി എന്താണ് തെറ്റെന്നറിയില്ല. താങ്കൾ തന്നെ പഠിപ്പിക്കണം. പതിയെ പതിയെ അവർക്കത് മനസ്സിലാവും നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നതെന്ന്. സോ ശരിയായിട്ട് ചിന്തിക്കുന്നവരെയും ശരിയായിട്ട് ജോലി ചെയ്യുന്നവരും പാർട്ടിയിൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇന്നവിടെ നമ്മൾ റോഡ് ഇടുന്ന കാണുമ്പോ, അവിടെ കക്കൂസ് ഉണ്ടാക്കുന്ന കാണുമ്പോ, പാർക്ക് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ, സ്കൂൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഇപ്പോഴാണ് ബോധം വരുന്നത്. ഞങ്ങൾ ഇത്രയും നാൾ ഇരുട്ടറയിലായിരുന്നെന്ന്. എന്താ ഞങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും ചെയ്യാഞ്ഞെന്ന്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റി എന്തുകൊണ്ട് മുന്നേ കിട്ടിയില്ലെന്നുള്ളത്. ഇന്ന് 700 കോടി സർക്കാർ ബഡ്ജറ്റിൽ ഒതുക്കിയെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്താ ചെയ്യാതിരുന്നത്? ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? കെജ്രിവാൾ സാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അംബേദ്കർ സാറിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ ഫോട്ടോ വെച്ചിരുന്നു. നിങ്ങളത് നീക്കം ചെയ്തു. അതിനെതിരെ ശ്രീമതി ആതിഷി പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നതായിട്ട് കേട്ടിരുന്നു. അതൊക്കെ സത്യമാണോ? ദാ നോക്ക്, ഈ പാർട്ടി ഉണ്ടല്ലോ, ഇത് പൊരുതി വന്ന പാർട്ടിയാണ്. പൊരുതി പോയിരിക്കുകയാണ് രാംലീല മൈതാനത്ത്. ഇവര് ഗവൺമെന്റിലുള്ളപ്പോ തന്നെ പോരാട്ടത്തിനിറങ്ങുമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ സാർ, ജലവിഭവ മന്ത്രി ആതേഷ് സാർ തമ്മിലുള്ള പ്രതിഷേധം എല്ലാരും കണ്ടാണ്. തുടക്കം മുതലേ ഇവർ രണ്ടുപേരും എതിർകക്ഷികളായിരുന്നു. പിന്നെ ഇപ്പോ അവർക്കൊക്കെ എന്ത് ചെയ്യണോന്നറിയുന്നില്ല. ഇവര് ഗവൺമെന്റിനെതിരെ എതിർകക്ഷികളായിട്ടിരുന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. പിന്നെ ഓഫീസ് എന്റെയാണ്, എന്തായാലും ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഫോട്ടോ മുമ്പിൽ വെക്കണോ അതോ പുറകി വെക്കണോന്ന്. എന്റെ പുറകിലാണെങ്കിൽ ബാബ അംബേദ്കറിന്റെ ഫോട്ടോയും ഭഗത് സിംഗിന്റെ ഫോട്ടോയും. എന്റെ പുറകുവശത്തിരുന്ന എല്ലാ ഫോട്ടോ എടുത്ത് ഞാൻ എന്റെ മുമ്പിൽ വെച്ചു. അയ്യോ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ എല്ലാരെയും വിളിപ്പിച്ചു, ഇങ്ങോട്ട് വന്നേ. എന്റെ റൂമിലിരുത്തി ചായ കൊടുത്തു. ദാ നോക്കൂ, ഫോട്ടോ അവിടല്ല ഇവിടെ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെയാണോ? ഫോട്ടോയിൽ ഇവിടെ വെച്ചിരിക്കാണോ? അതെ, ഇവിടെ വെച്ചാ എനിക്ക് നേരിട്ട് പോയി തൊഴാൻ പറ്റുമല്ലോ. അതെ, നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ എന്ന് പറഞ്ഞിട്ട് എന്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിപ്പോയി. വീണ്ടും ഒരു ബോർഡും പിടിച്ചോണ്ട് ഇത് സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല. എന്താ ആ ഫോട്ടോ ഇന്നലെ അവിടെ ആയിരുന്നത് ഇന്നും അവിടെ ഇരിക്കുന്നത്? ഒന്നും മാറിയിട്ടില്ല, അങ്ങനെ തന്നെയുണ്ട്. ഇത് നമ്മുടെ ഭക്തിയാണ്. ആരെയാണ് പുറകെ വെക്കേണ്ടത്, ആരെയാണ് നമ്മൾ മുമ്പിൽ വെച്ച് തൊഴേണ്ടതെന്ന് അത് നമ്മുടെ ഭക്തിയെ സംബന്ധിച്ചിരിക്കും. പേര് അവർക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഓർമ്മയുണ്ടാവും. ഞാൻ ആരെ മറന്നാലും അദ്ദേഹത്തെ മാത്രം മറക്കില്ല. ദിവസം മുഴുവൻ ക്യാമറ വെച്ച് എന്നെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക, രേഖ എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നതൊക്കെ. പിന്നെ പറയും നിങ്ങൾ ഇതൊന്നും ട്വീറ്റ് ചെയ്തില്ല, പിന്നെ ഞാനത് ട്വീറ്റ് ചെയ്യും. പിന്നെ ചോദിക്കും അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ പറയാം ആ ശരി അങ്ങോട്ട് പോവാന്ന്. പിന്നെ പറയും നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങോട്ട് പോകണം എന്നൊക്കെ. ഞാൻ അതിന് ശരിയെന്ന് പറയും. അവൾ എന്റെ സുഹൃത്താണ്, എന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും. അവൾ അവളെക്കാട്ടിലും എന്റെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. സോ അവൾക്ക് നന്ദി പറഞ്ഞേ മതിയാവും. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയോടുള്ള നമ്മുടെ ചോദ്യവും വിചാരണയും തുടരുന്നതായിരിക്കും. അദ്ദേഹത്തിന് ജോലി ചെയ്യാതെ ആ സിസ്റ്റത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോയിരുന്നല്ലോ. ഡൽഹിയെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആ പഴയ പാട്ടാണ് ഓർമ്മ വരുന്നത്. न मिलता गम तो बर्बादी के अफसाने कहाँ जाते,
अगर दुनिया चमन होती तो वीराने कहाँ जाते। വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ കഴിഞ്ഞ സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോ കേജ്രിവാൾ സാറിന്റെ വലിയൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാ, റീസെന്റ്ലി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യമുന നദി വൃത്തിയാക്കി, യമുന നദിയുടെ ഇതിനു മുൻപുള്ള സാഹചര്യം അതിൽ അമോണിയ 2-3 ദിവസത്തെ കാണാൻ സാധിക്കൂ, ഇപ്പോ ദിവസവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇത് താങ്കളുടെ സർക്കാരിന്റെ ഒരു തോൽവി തന്നെയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് നല്ലൊരു പദവിയാണ് കിട്ടിയത്. 10 വർഷം മുഴുവനുമുള്ള ടെന്യൂർ, പിന്നെ ഒരു 12 വർഷത്തെ ടെന്യൂർ. അവര് തുടക്കം മുതലേ പറഞ്ഞു യമുന ഞാൻ ഇങ്ങനെയെല്ലാം ക്ലീൻ ചെയ്യുമെന്ന്. പിന്നെ 5 വർഷം കഴിഞ്ഞു പറഞ്ഞു ഇല്ല, ഇപ്രാവശ്യം ഞങ്ങളെ കൊണ്ടത് സാധിച്ചില്ലെന്ന്. ഇനിയൊരു അവസരം കൂടെ തന്നാൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോ അവര് പറഞ്ഞു സോറി ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, കൈവിട്ടു പോയെന്ന്. വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അതൊരു ഗവൺമെന്റ്. ഇപ്പൊ വേറൊരു ഗവൺമെന്റ് പദവിയിലെത്തിയിട്ട് 4 മാസം ആവുന്നുള്ളൂ. ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതിന്റെ തീരുമാനം എങ്ങനെ എടുക്കാം, ഇതിനെന്തൊക്കെ ചെയ്യാം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാനൊരു 2 മിനിറ്റ് സമയം എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാം. യമുന നദി അത് യമുനോത്രയിൽ ആരംഭിച്ചിട്ട് പ്രയാഗ്രാജിൽ അവസാനിക്കുന്നു. ഏകദേശം 1400 കിലോമീറ്ററാണ് യമുന നദിയുടെ നീളം. അതിൽ 48 കിലോമീറ്റർ ഡൽഹി വഴിയാണ് പോകുന്നത്. ഇന്ന് ഏത് യമുന നദിയാണോ ഡൽഹിയിലൂടെ കടന്നു പോകുന്നത് അവിടെ ഫ്രഷ് വാട്ടർ കിട്ടില്ല. അവിടെ ഏത് വെള്ളമാണോ കിട്ടുന്നത് അതങ്ങനെ കുടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. നദിക്കുള്ള എന്താ പോകും, 200 ഡ്രൈനേജുകൾ വരും. അത് ഡൽഹി മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഡ്രൈനേജുകൾ, നസബ്കട്ട് ഡ്രൈനേജുകൾ, ഷാത്രയിൽ നിന്നുള്ള ഡ്രൈനേജ്, അതെല്ലാം നദിയിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയായിരിക്കും വെച്ചാൽ ഭയങ്കര അഴുക്കായിട്ട് മാലിന്യം നിറഞ്ഞായിരിക്കും പോകുന്നത്. ഇതിനുവേണ്ടി ആ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഭരണത്തിലെത്തിയപ്പോ യമുനാ നദി എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ആലോചിച്ചേ. അതിനാദ്യം ഈ ഡ്രൈനേജ് എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ആ ഡ്രൈനേജ് സ്റ്റോപ്പ് ചെയ്ത് വൃത്തിയാക്കി DOD ലെവൽ ശരിയാക്കിയതിനു ശേഷം മാത്രമേ നദിയിലേക്ക് വിടാൻ പറ്റുകയുള്ളൂ. 38 STP പ്ലാൻ ഉണ്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ 22 DPCC ഗൈഡ് ലൈൻ ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് അത് പ്രവർത്തിക്കില്ലായിരുന്നു. ഞങ്ങൾ ഏകദേശം 3800 MLB അതിന്റെ സെൽറ്റ് ആ ഡ്രൈനേജിൽ നിന്ന് വെളിയിലേക്ക് വരും. അതിന്റെ പ്രോസസ് 1000-1200 ചെയ്യാൻ പറ്റില്ല. അത് മൊത്തം നോക്കി ആ നദിക്കുള്ളിലായിരുന്നു. ഇന്ന് ഈ ഗവൺമെന്റ് വന്നതുമുതൽ ആദ്യം എല്ലാ ഡ്രൈനേജിനും ടാപ്പിംഗ് സിസ്റ്റം ഉണ്ടാക്കി. അതിൽ പഴയ STP അതായത് 38 അത് അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ജോലി നോക്കി. പിന്നെ പുതിയ ഡീസെൻട്രലൈസ്ഡ് STP അതായിരിക്കും ആ ഡ്രൈനേജിനെ ശുദ്ധീകരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അതുവരെ വെള്ളം ശുദ്ധിയാക്കാൻ പറ്റില്ല, യമുന നദിയും ശുദ്ധീകരിക്കാൻ പറ്റില്ല. ഇന്ന് ഡൽഹിയിലെ എത്രത്തോളം ഇൻഡസ്ട്രിയൽ ഏരിയകളുണ്ട്, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലൂയന്റിന് ഒരു ടാപ്പിംഗും ഇല്ല. ആ ഫ്ലൂയന്റ് ശരിയാക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. അതിൽ എത്രത്തോളം കെമിക്കൽ മിക്സ് ആയിട്ടുണ്ടാവും. അത് നദിയിലേക്ക് വരുമ്പോ അത് പതഞ്ഞു പൊങ്ങുന്നു. അതെല്ലാം ടാപ്പ് ചെയ്യുന്ന ജോലികളാണ് ഞങ്ങൾ നോക്കുന്നത്. ഇന്ന് ഹരിയാനയിൽ നിന്നുള്ള ഫാക്ടറികളിൽ നിന്ന് വരുന്ന എല്ലാ ഫ്ലൂയന്റുകളും ടാപ്പ് ചെയ്യാൻ വേണ്ടി ഹരിയാനയോട് സംസാരിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ യമുന നദിയിലേക്ക് വരുന്ന ഓരോ തുള്ളി വെള്ളവും വൃത്തിയുള്ളതായിരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിന് 9,000 കോടിയാണ് ബഡ്ജറ്റ്. അത് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതൊന്നും ഒരു ദിവസത്തെ ജോലികളല്ല. ഞങ്ങളുടെ അടുത്ത് നിങ്ങളെപ്പോലെ റിപ്പോർട്ടേഴ്സും ചോദിക്കും എന്ന് തീരുവെന്ന്. ഞാൻ താങ്കളോട് കള്ളം പറയില്ല. ഈ ജോലി വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതി, ഞങ്ങൾ അതിനുവേണ്ടി ഏത് എക്സ്പെർട്ടിനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യണോ, ഈ എല്ലാ ജോലികളും ഈ 4 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഓരോ മിനിറ്റും അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ അതെല്ലാം തീർക്കുന്നതായിരിക്കും. അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഈ 1200 കോളനികളും ഡൽഹിയിലുള്ള അൺഓതറൈസ്ഡ് കോളനികളും അവിടെ സീവർ ലൈൻസ് ഇല്ല. അവിടെ മൊത്തം സീവർ ലൈൻസ് ഇട്ടേ മതിയാവും. ആ ജോലിയാണ് ഞങ്ങൾ ആരംഭിച്ചത്. ആ ഡ്രൈനേജിലെല്ലാം സീവർ ലൈൻസേ ഇല്ല. ആ സീനേജ് എല്ലാം ഡ്രൈനേജിലായിരിക്കും പോയി ചേരുന്നത്. അതങ്ങനെ യമുന നദിയിലേക്ക് പോകുന്നു. ഇതെല്ലാം ശരിയാക്കാൻ അവിടെ സീവർ ലൈൻസ് ഇടണം, പൈപ്പ് ലൈൻ ഇടണം. ഈ ജോലികളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ എത്രത്തോളം സോളിഡ് വേസ്റ്റ് ഉണ്ടോ, നിങ്ങളുടെ വേസ്റ്റ് യമുന നദിയിലേക്ക് പോകുമ്പോ അതാദ്യം ക്ലീൻ ചെയ്യണം, അതിന്റെ ഫ്ലോയ്ക്ക് വേണ്ടി. ഹരിയാനയോട് സംസാരിച്ചു, ഉത്തർപ്രദേശിനോട് സംസാരിച്ചു. യമുന നദിയുടെ ഒഴുക്കിന്റെ ശക്തി കൂട്ടാൻ എല്ലാ സൈഡിലും ഗവൺമെന്റ് പോരാടുകയാണ്. പിന്നെ ഞാനിത് വലുതാക്കി പറയുന്നല്ല. പ്രധാനമന്ത്രി മുതൽ ഏത് വ്യക്തിക്കാണോ ഇതിൽ താല്പര്യമുള്ളത് യമുന നദിയെപ്പറ്റി
പല മടങ്ങ് ചിന്തകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. യമുനാ നദിയുടെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും സത്യസന്ധരായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ യമുനാ നദിയെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ നല്ല വൃത്തിയുള്ളതും ശുദ്ധമായ ജലത്തോടു കൂടിയും കാണപ്പെടും. പക്ഷെ താങ്കൾ ഒരു കാര്യം മറന്നു. കേജ്രിവാൾ സാർ പറയുന്നു യമുനാ നദി വൃത്തിയാക്കിയതുകൊണ്ട് വോട്ടൊന്നും ലഭിക്കില്ലെന്ന്. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ വിശ്വാസം അത് വീണ്ടും ഇലക്ഷൻ വന്നാൽ മാറുമെന്നാണ്. ഇലക്ഷൻ വരുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും മാറും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ വിശ്വാസം യമുനാ നദിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് സത്യമാണ്. ഇലക്ഷൻ വരുന്നോ ഇല്ലയോ, വോട്ട് കിട്ടുവോ ഇല്ലയോ, ഇവിടെയുള്ള ഇന്ത്യക്കാർക്കെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ യമുനാ നദി ഡൽഹിയിൽ വൃത്തിയായിട്ട് ഓടണമെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. അവർക്ക് മറ്റൊരു പരാതിയുണ്ട്. താങ്കൾ കോളനിയിലുള്ള ക്ലിനിക്കുകൾ ക്ലോസ് ചെയ്തെന്ന്. അതിർഷി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ മരുന്നുകളും ടെസ്റ്റുകളും എല്ലാം ജനങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചതാണെന്ന്. ദാ നോക്ക്, അത് ഡൽഹിയിലെ ജനങ്ങളോട് തന്നെ ചോദിക്കണം. സോ ആഡംബരമായിട്ടുള്ള ഗവൺമെന്റിന് ആഡംബരമായിട്ട് പ്രൊപ്പഗണ്ടം ചെയ്യേണ്ട വഴി അവർക്കറിയാവുന്നതാണ്. വിൽക്കുന്ന വഴി പബ്ലിസിറ്റി എങ്ങനെ നടക്കും? പറഞ്ഞിരുന്നില്ലേ കുറച്ചുനാൾ പബ്ലിസിറ്റി ചെയ്യുന്ന. കോളനി ക്ലിനിക് എന്ന് വെച്ചാ അഴുക്കുചാലിന്റെ അടുത്ത് ഒരു ക്യാബിൻ നിർത്തിയിട്ടിട്ട് പിന്നെ അവിടെ ഒരു ഡോക്ടറിനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് 40 രൂപ കിട്ടുമെന്ന്. അപ്പൊ താങ്കൾ തന്നെ പറ, ഡോക്ടർ പേഷ്യന്റിനെ ഗുണപ്പെടുത്തുമോ അതോ ക്യൂ നിർത്തുമെന്ന്? പിന്നെ അതിൽ നോക്കിയ അതിലും അഴിമതി, അതിലും വഞ്ചന. പിന്നെ അദ്ദേഹം പറയും ഞാൻ ഒരു ദിവസം 500 പേഷ്യന്റിനെ നോക്കി എനിക്ക് അതിനനുസരിച്ച് ശമ്പളം വേണമെന്ന്. അവിടെയാണെങ്കിൽ ഒരു മരുന്നും ഇല്ല, വാക്സിനുകളും ഇല്ല. ആരോഗ്യമന്ത്രിക്ക് അതിന് എന്ത് കമ്പാരിസൺ ഉള്ളത്? ആരോഗ്യമന്ത്രി അതൊരു ഫുൾ ഫ്ലെഡ്ജ് ആണ്. അവിടെ പ്രൈമറി ഹോസ്പിറ്റലുണ്ട്, ഡിസ്പെൻസറി ഉണ്ട്, അതിനുള്ളിൽ മെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും ഉണ്ടാകും. അവിടെ നോക്കി അവിടെ മെഡിസിൻ കിട്ടും, വാക്സിനേഷൻ കിട്ടും, അവിടെ നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, ഫസ്റ്റ് എയ്ഡും കിട്ടും. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിന് പോലും ഫുൾ പ്രൊവിഷൻ ഉണ്ടാവും. എല്ലാവരും ഇവിടെ ഫാമിലി പ്ലാനിങ്ങിനും ഇതുപോലെയൊക്കെ അതും അവിടെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ പ്രൈമറി സെക്ടറിന്റെ ഹെൽത്ത് കെയർ നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇതുപോലുള്ള സൗകര്യം 1200-ലധികം ആരോഗ്യമന്ദിർ ചെയ്യാനുള്ള ജോലികൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് ഞങ്ങൾ 100 ആരോഗ്യമന്ദിർ ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഡൽഹിയിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതിനാലേ ജനങ്ങൾക്ക് എത്രത്തോളം നന്മകൾ ലഭിക്കാൻ പോകുന്നു. കോളനി ക്ലിനിക്കൽ ഒരു ഫ്രോഡാണ്. ഡൽഹിയിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ജനങ്ങളുടെ പണം തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇന്ന് ആരോഗ്യമന്ത്രി എവിടേക്കാണ് തുറന്നിരിക്കുന്നത് അവിടെ ജനങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു, അത് പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് അവർക്ക് ശരിയായ രീതിയിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നു. താങ്കൾ എന്തെങ്കിലും അവിടേക്ക് പോയി സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടോ? താങ്കൾ ഓപ്പൺ ചെയ്ത ആരോഗ്യമന്ദിർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോന്ന്? എന്റെ ജോലി ഇതാണ്. ഡൽഹിയിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് 24x7 അവരുടെ മുഖ്യമന്ത്രിയെ ആരോഗ്യമന്ത്രി കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിലോ അല്ലെ ഡ്രൈനേജിന്റെ അടുത്തോ കാണാൻ കഴിയും. അതായത് ഞങ്ങൾ ജനങ്ങളെപ്പറ്റി എത്രത്തോളം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാനായാലും മന്ത്രിമാരായാലും നിയമസഭാ അംഗങ്ങളായാലും. അതായത് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ബഹുമാനിക്കുന്ന മനീഷ് സിസോഡിയ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം തയ്യാറാക്കിയിരുന്നു, നല്ല മോഡൽ തയ്യാറാക്കിയിരുന്നു ഡൽഹിയിലെ സ്കൂളുകളുടെ സാഹചര്യം മാറ്റാൻ വേണ്ടി. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ന്യൂയോർക്ക് ടൈംസിലും വന്നിരുന്നു. ഏത് എഡ്യൂക്കേഷണൽ മോഡലിനെ പറ്റിയാണ് അവര് പറയുന്നത്? അവിടെ എഡ്യൂക്കേഷണൽ മോഡൽ എല്ലായിടത്തും ഡൽഹി എഡ്യൂക്കേഷണൽ മോഡലായിട്ട് മാറി. ഒരു കാര്യം പറയട്ടെ, ഡൽഹി സർക്കാരിന്റെ മൊത്തം സ്കൂളിലും 16 ലക്ഷം കുട്ടികളുണ്ട്. സ്കൂളാണെങ്കിൽ 799. ആ 799-ല് വെറും 253 ബിൽഡിംഗ് മാത്രമേ കൊള്ളാവൂ. വേറെ സ്കൂളൊക്കെ ഇപ്പോഴും സെമി ഫിനിഷ്ഡ് ബിൽഡിംഗിലാണ്, ഷെഡിലാണ്. ഇങ്ങനാണ് ഡൽഹി എഡ്യൂക്കേഷണൽ മോഡൽ ഉള്ളത്. അത് മനസ്സിലാക്കി ഗവൺമെന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ മോഡൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയതാണ്. ഇപ്പൊ നോക്ക്, അക്കാര്യങ്ങളിലും എത്രത്തോളം കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന്. ബാത്റൂം പോലും ക്ലാസ് റൂമായിട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നെ ഓരോ ക്ലാസ് റൂമിന് 40 ലക്ഷം ചെലവായെന്ന് പറയുന്നു. 50 ലക്ഷം അത്രയൊക്കെ ചെലവാകുവോ? ഇത്രയും കോടികൾ ചെലവാകുവോ? അതിനാ CAG റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനൊക്കെ അദ്ദേഹം ജയിലിലേക്ക് പോയിട്ട് വന്നത്. എത്രത്തോളം അധികം അഴിമതി ഉണ്ടെന്ന് വെച്ചാ ഈ ഡൽഹിയുടെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും ചെയ്തു കാണില്ല. അമേരിക്കക്കാർ അപ്രീഷിയേറ്റ് ചെയ്തല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏത് മാനേജ്മെന്റ് ആണെന്ന് പഠിച്ച ഗവൺമെന്റിനറിയാം. എവിടെ എന്ത് ചെയ്യണം, ഏത് പ്രിന്റ് ചെയ്യണം, ഏതറിയണം, ഏത് കാര്യം മറച്ചു വെക്കണം, അവർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട്
അവരുടെ റൂൾസ് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഡൽഹിക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഡൽഹിയുടെ സോ നന്മയ്ക്കാണ്. ഡൽഹി സ്കൂൾസിന് താങ്കളുടെ മോഡൽ എന്താണ്? ഞാൻ വിചാരിക്കുന്നത് ഡൽഹിയിലുള്ള ഗവൺമെന്റ് സ്കൂൾ അതെല്ലാം ആദ്യം ഞങ്ങൾ ബെറ്ററായിട്ട് മാറ്റിയേ മതിയാവും. ഇന്ന് പേരൻസ് സ്കൂളില് അവരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രൈവറ്റ് സ്കൂളില് വലിയ ക്യൂകളിൽ നിന്ന് അവരുടെ കുട്ടികൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ ഡൽഹിയിലെ ഗവൺമെന്റ് സ്കൂളിലും കുട്ടികളെ ചേർക്കണമെന്നുള്ള ആഗ്രഹം അവർക്ക് വരണം. ഗവൺമെന്റ് സ്കൂളിലും എല്ലാ കുട്ടികൾക്കും ബെറ്റർ എഡ്യൂക്കേഷൻ നൽകണം, അപ്ഡേറ്റഡ് കരിക്കുളം കൊടുക്കണം. പിന്നെ നാഷണൽ ഇന്റർനാഷണൽ ലെവലില് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രെയിനിങ് നൽകണം. അവർക്ക് സ്മാർട്ട് ക്ലാസ്സസ് ഉണ്ടാവണം, പിന്നെ ലൈബ്രറി, ലാബ്സ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്നതെല്ലാം ഇവർക്ക് ലഭിക്കണം. എന്നാലേ ഗവൺമെന്റ് സ്കൂളിനെ പേരൻസിന് വിശ്വാസം വരൂ. എന്നാലേ എല്ലാ കാര്യങ്ങളിലും അവർക്ക് മറ്റുള്ളവരെന്താ വിജയിക്കാൻ പറയുന്നത് പറ്റും. വെച്ചാൽ താങ്കൾ പ്രൈവറ്റ് സ്കൂളിന് സപ്പോർട്ട് ചെയ്യാണ്, അവർക്ക് ഫീസ് കൂട്ടാനുള്ള എല്ലാ സാധ്യതയും താങ്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന്. രജിത് സാർ, ഡൽഹിയില് ഏത് എഡ്യൂക്കേഷനാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂൾ, ഇത് ഡൽഹി സ്കൂൾ ആക്ട് 1973യുടെയാണ്. പിന്നെ ആ ആക്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടും പഴയ ഗവൺമെന്റ് അത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഇപ്പോഴും ഡൽഹി പ്രൈവറ്റ് സ്കൂളിന്റെ ഫീസിന്റെ കാര്യത്തിൽ ആദ്യമുള്ള ഗവൺമെന്റ് അതിനെതിരെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വഴിയും ഒരു നിയമവും ഇല്ലാതെ, ഇതുവരെയായിട്ടും ഒരു ഇംപ്ലിക്കേഷനും ഇല്ലാതെ ഫസ്റ്റ് ടൈം ഒരു ഗവൺമെന്റ് ധൈര്യമായിട്ട് കളത്തിലിറങ്ങി ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈവറ്റ് സ്കൂളുകാർ അവരുടെ ഇഷ്ടത്തിന് ഫീസ് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം, പേരൻസ് അതിലെങ്ങനെ ഇൻവോൾവ് ആയിരിക്കണം, ടീച്ചേഴ്സ് അതിലെങ്ങനെ ഇൻവോൾവ് ആകണം എന്നൊക്കെ ഫസ്റ്റ് ടൈം ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഡൽഹി സ്കൂളിന്റെ ഫീസുകൾ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് പ്രൈവറ്റ് സ്കൂളിനെല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവരിരുന്ന് കരയാണ്, എന്തിനാ ഞങ്ങളുടെ സ്കൂളിന് ഇങ്ങനെ ചെയ്തേന്ന്, ഞങ്ങളെക്കൊണ്ട് ഈ ഫീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലെന്ന്. കഴിഞ്ഞ ഗവൺമെന്റും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, എല്ലാം വെറും നാടകമായിരുന്നു. അതല്ലാതെ എല്ലാം ഇതുപോലെ താങ്കൾ പറഞ്ഞ അവരെന്തെങ്കിലും ഇതുപോലെ നിയമം കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? ഡൽഹിയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്നോട് ചോദ്യം എന്താന്ന് വെച്ചാ, ഇപ്പൊ ഡൽഹിയിൽ എപ്പോ മഴ പെയ്താലും വിൻഡോ ബ്രിഡ്ജ് മുങ്ങിപ്പോവോ അതോ ഇനി ബസ്സുകളും ഒക്കെ മുങ്ങിപ്പോവോ? നിങ്ങളുടെ പ്രശ്നം ന്യായമാണ്. ഡൽഹിയിൽ ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും വിൻഡോ ബ്രിഡ്ജ് മുങ്ങിപ്പോകുന്നു. ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നമ്മൾ ചെറിയ വയസ്സ് മുതലേ കാണുന്നതാണ്. അവിടെയുള്ള വിൻഡോ ബ്രിഡ്ജിന്റെ മുകളിലുള്ള ബസ്സുകൾ 75 to 80% വരെ മുങ്ങിപ്പോകുന്നു. പിന്നെ ഈ 4 മാസത്തിനകം ഞാനൊരു 5-6 പ്രാവശ്യം ആ വിൻഡോ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം ഇപ്രാവശ്യം വിൻഡോ ബ്രിഡ്ജ് മുങ്ങിപ്പോരുതെന്നുള്ളതുകൊണ്ട്. ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കാര്യം മനസ്സിലായി. അവിടെ പമ്പ് വെക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ദൈവം ട്രയലിന് വേണ്ടി അവിടെ മഴ പെയ്ച്ചു. ട്രയൽ ചെയ്തപ്പോൾ മനസ്സിലായി അത് അവിടെ വർക്കൗട്ട് ആവില്ലെന്ന്. പിന്നെ ഓട്ടോമാറ്റിക് വെക്കാന്ന് വിചാരിച്ചു. ആ ഓട്ടോമാറ്റിക്കും മഴയിൽ അങ്ങനെ മുങ്ങിപ്പോയി. പിന്നെ വിചാരിച്ചു അവിടെ തന്നെ ഒരു പമ്പ് ഓപ്പറേറ്ററെ തന്നെ നിർത്താവുന്നു. അപ്പോൾ അവിടെയുള്ള പൈപ്പ് പൊട്ടിപ്പോയി. പിന്നെ ആ പൈപ്പ് ശരിയാക്കി. അതിനുശേഷം 3 മഴ വന്നു, വിൻഡോ ബ്രിഡ്ജ് മുങ്ങിയില്ല കേട്ടോ. സാർ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, പൊതുജനങ്ങൾ ഇത്രത്തോളം സിൻസിയറായിട്ട് മാറി പ്രശ്നങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സൊല്യൂഷൻ കിട്ടും. സോ ഡൽഹിക്ക് തീർച്ചയായിട്ടും തീരുമാനമുണ്ടാവും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം, ഡൽഹിയിലെ വ്യാപാരികൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്നാണ്. അവർ വളരെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഡൽഹിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ വളരെ മോശം അവസ്ഥയിലാണ്. ഇതിങ്ങനെ എത്ര കാലം തുടരും? ഡൽഹിയിൽ മൾട്ടിപ്പിൾ ഏജൻസി സിസ്റ്റം ഉണ്ട്. ഒരിടത്ത് ഡൽഹി സർക്കാരുണ്ട്, നഗരസഭയുണ്ട്, പിന്നെ PWD ഉണ്ട്, NDMC, പിന്നെ DSIDC, ഇങ്ങനെ എല്ലായിടത്തിലും ഏജൻസികളുണ്ട്. ഏജൻസികൾ എങ്ങനെ ലോക്കായെന്ന് വെച്ചാൽ എല്ലാ ജോലികളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇതുപോലൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ജോലി. പിന്നെ ഒരു വലിയ ജോലി എന്താന്ന് വെച്ചാൽ, ഡൽഹിയുടെ ചരിത്രത്തിൽ ആരും ഇതുപോലെ ചിന്തിച്ചു കാണില്ല, പിന്നെ ചെയ്യാനുള്ള ധൈര്യവും കിട്ടിക്കാണില്ല. ലൈസൻസിംഗ് പ്രക്രിയയെ ബെറ്റർ മാറ്റാൻ വേണ്ടി ഞങ്ങൾ പോലീസുകാരോട് ലൈസൻസിംഗ് ഒക്കെ നീക്കി ഇന്ന് മുഴുവനും എല്ലാ കാര്യങ്ങളും മാറ്റി വെറും ഒരു ഏജൻസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കാരണം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇത് ഡൽഹിയുടെ വലിയൊരു ജോലിയാണ്. വ്യാപാരികൾക്ക് അത് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഡൽഹി ഗവൺമെന്റ് ട്രേഡർ വെൽഫെയർ ബോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ അവരുടെ ഇൻവോൾവ്മെന്റ് കാണും. അവരുടെ കൂടെ ചേർന്ന് എങ്ങനെ ജോലി നടക്കുന്നു വെച്ചാ
ആദ്യമായിട്ട് ഡൽഹിയിൽ ഫാക്ടറി ലൈസൻസ് MCDയും കൊടുക്കുന്നു, ഡൽഹി ഗവൺമെന്റും കൊടുക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകുന്നത്. MCDയെ അവിടുന്ന് മാറ്റി വെറും DSA DC ഡൽഹി ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഹീസ് ഡൂയിങ് ബിസിനസ് ഇതിലെല്ലാത്തിലും ജോലി ചെയ്ത് ഞങ്ങൾ കച്ചവടക്കാരെ എൻകറേജ് ചെയ്യുന്നു. ഇനി മുതൽ ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങൾ കച്ചവടക്കാർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നവരാണല്ലോ. പക്ഷേ നിങ്ങളുടെ ഭരണകാലയളവിൽ ഗോമാതാക്കൾക്ക് ഈ അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ടാണ് ഡൽഹിയുടെ റോഡുകളിൽ ഗോമാതാക്കൾക്ക് വേസ്റ്റ് കഴിക്കേണ്ട അവസ്ഥ വരുന്നത്? നിങ്ങളുടെ കയ്യിൽ ഗോമാതാക്കളുടെ വെൽഫെയറിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത് ശരിക്കും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ജോലിയും നമ്മുടെ ഗോമാതാവിന് റോഡില് ആർക്കും പ്രശ്നമുണ്ടാക്കാതെ സഞ്ചരിക്കാനുള്ള അവസരം ഇന്ത്യൻ ഗവൺമെന്റ് അവർക്കൊരുക്കുന്നുണ്ട്. ഞാൻ തുടങ്ങിവെച്ച ആദ്യത്തെ കാര്യം ഡൽഹിയിൽ ഗോശാല നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നുണ്ട്. നേരത്തെയുള്ള ഗവൺമെന്റ് കുറേ വർഷങ്ങളായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ അവിടെയുള്ള എല്ലാ ഗോശാലകൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് റിലീസ് ചെയ്തത്. കാരണം ആ ഗോശാലകൾ നന്നായിട്ട് പോകണം. അതാണ് കാര്യം. ഡൽഹിയിൽ പുതിയൊരു ഗോശാല നിർമ്മിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അവിടെയുള്ള ക്ഷീരകർഷകർ അവർ ഡെയിലി പാല് കറന്നിട്ട് അവരുടെ പശുക്കളെല്ലാം റോഡിലേക്ക് അഴിച്ചുവിടുന്നു. അതുപോലെ എല്ലാ ക്ഷീരകർഷകർക്കും ഒരു ഉത്തരവാദിത്തം കാണിക്കാറില്ല. ഉത്തരവാദിത്തം കാണിക്കേണ്ടത് അവരുടെ കടമയാണ്. അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നമെന്ന്, എന്തിനാ സിറ്റിയുടെ നടുക്കിരുന്നിട്ട് നിങ്ങളുടെ പശുക്കളെല്ലാം നടു റോഡിലേക്ക് അഴിച്ചുവിടുന്നതെന്ന്. അതിന് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലെന്നും. അവിടെ ഗോബർ ഗ്യാസ് പ്ലാന്റ് ഇല്ല, അവിടെ വെള്ളമില്ല, അവിടെ സീവേജ് സിസ്റ്റം ഇല്ല, ഡ്രൈനേജ് സിസ്റ്റം ഇല്ല. പിന്നെ ഞങ്ങൾ എന്താ മേഡം ചെയ്യേണ്ടതെന്ന്. പിന്നെ സത്യം പറഞ്ഞാ അവര് പറഞ്ഞത് ന്യായമുണ്ട്. ഇന്ന് ക്ഷീരകർഷകരുടെ കോളനിയിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുള്ള ദിശയിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ആ ഡയറി കോളനി സിറ്റിയുടെ നടുക്കാണുള്ളത്. അതൊക്കെ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കി അവിടേക്ക് പശുക്കളെ അഴിച്ചു വേണം. അതല്ലാതെ റോഡിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളെ തൊഴുത്തിലേക്ക് പറഞ്ഞു വിടുവാനും പിന്നെ തൊഴുത്തുണ്ടാക്കാനുള്ള ഗ്രാന്റും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. പിന്നെ മൂന്നാമത്തെ ഉത്തരവാദിത്തം, ആരാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ പശുക്കളെ സിറ്റിയിലേക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ അതിന് കാര്യമായ നടപടിയെടുക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ പ്രൈമസസ് സീൽ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് കട്ട് ചെയ്യാം. ഇനി പശുക്കളെ റോഡിലേക്ക് അഴിച്ചുവിടാൻ സമ്മതിക്കില്ല. ആ പശുക്കളാണെങ്കിൽ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ കഴിച്ചിട്ട് പശുക്കൾ ചത്തുപോകുന്നു. അതുവഴി വരുന്നവർക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നു. പശുക്കൾ കാരണം ആക്സിഡന്റ് നടക്കുന്നു. വാഹനം ഇടിച്ച് പശുക്കൾക്കും പരിക്ക് പറ്റുന്നു. ഇനിയും ഡൽഹി ഞങ്ങൾ ഇത് അനുവദിക്കില്ല. ഇതിനുവേണ്ടി സർക്കാർ തുടർന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും ജനങ്ങൾ ചോദിച്ചാലും, അത് പശുവാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, പൊല്യൂഷൻ ആണെങ്കിലും, താങ്കൾക്ക് ധാരാളം ജോലികൾ ബാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിനുവേണ്ടി ഞാൻ ദിവസം ഓർമ്മിപ്പിക്കും. ഇത്രയധികം അവര് ജോലി വിട്ടിട്ട് പോയല്ലോ ഒരു പ്രശ്നമില്ല രജിത് സാർ. ജോലികളെല്ലാം വളരെ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അവരെല്ലാത്തിലും എങ്ങനെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാ, അതിപ്പോ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഡൽഹിയിലെ ഗവൺമെന്റ് അവിടെ സെൽഫ് ഡിഫൻസ് ജനങ്ങളില്ലേ, അതിലൊരു 500 പേര് ആവശ്യമുണ്ട്. നമ്മുടെ നേതാവാണെങ്കിൽ ഒരു 25,000 പേരെ അപ്പോയിന്റ് ചെയ്തു. 25,000 പേരെ ഗവൺമെന്റ് കൊണ്ടുവന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കും. ഓഡ് ഈവൻ, റെഡ് ലൈറ്റിൽ നിർത്തിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നു, കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു. ഇതിലും അഴിമതി കാണിച്ചിരിക്കുകയാണ്. ഒരാളുടെ ജോലി പരസ്യ ബോർഡ് കാണിക്കുന്നതാണ്. അയാൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്നുണ്ട്. 30,000 രൂപ ഇവിടെയുള്ള എഞ്ചിനീയർമാർ പോലും വാങ്ങിക്കുന്നില്ല. പരസ്യ ബോർഡ് കാണിക്കുന്നവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ കോടതി ഉത്തരവിട്ടു നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, ഇതിൽ അഴിമതിയുണ്ടെന്ന്. പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരെയും പിൻവലിച്ചു. എന്നിട്ടും അതിലൊരു 20-25,000 പേര് പിന്നെയും ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ആ ബസ് മാർഷൽ ആ ബസ്സിലുണ്ടാവുമല്ലോ. ഇന്ന് ഇലക്ട്രോണിക് ബസ്സുകൾ വന്നു, അതിൽ ക്യാമറ ഉണ്ടല്ലോ. പാനിക് ബട്ടൺ ഉള്ളതുകൊണ്ട് അതിൽ മാർഷൽ ആവശ്യമില്ലല്ലോ. ആ മാർഷൽ ദിവസവും ചുറ്റിക്കൊണ്ടിരിക്കുവോ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. ഇത്രയും വർഷമായിട്ട് ഒരു പെർമനന്റ് എംപ്ലോയിയെ പോലും ജോലിക്ക് വെച്ചിട്ടില്ല. എല്ലാം കോൺട്രാക്റ്റിലാണ് പോകുന്നത്. ആദ്യമായിട്ട് ഗവൺമെന്റ് ഈ 15-20 വർഷത്തെ ഭരണത്തിന് ശേഷം പെർമനന്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പൊ 6-ാം തീയതി 15,000 നഴ്സസിന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാൻ പോവാ. പെർമനന്റ് നഴ്സസ് വന്നു കഴിഞ്ഞാൽ കോൺട്രാക്റ്റിലുള്ളവർ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്.
ഇതുപോലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാതിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അയ്യോ, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ സാരമില്ലായിരുന്നു, പക്ഷേ ഈ സിസ്റ്റം മുഴുവൻ കൊളമാക്കാതെ പോയാൽ മതിയായിരുന്നു. ഡൽഹിയെ നശിപ്പിക്കുന്ന രീതി തള്ളിവിട്ടിരിക്കുകയാണ്. അവര് സത്യത്തിൽ അതാണ് ചെയ്തത്. താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ആ പഴയ പാട്ടാണ് ഓർമ്മ വരുന്നത്. न मिलता गम तो बर्बादी के अफसाने कहाँ जाते, अगर दुनिया चमन होती तो वीराने कहाँ जाते. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരും. ഡൽഹിയുടെ കേജ്രിവാളിനെ ഡൽഹി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീഹാർ ജയിലിലും അന്വേഷിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ കേജ്രിവാളിനെ പിന്തുടരുന്നു എന്നുള്ളതാണ്. നോക്കൂ മാം, ചുറ്റിവളച്ചിപ്പോ മാറ്റർ അവിടാണ് വന്നിരിക്കുന്നത്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ 25 വർഷം എന്നെ വഴക്ക് പറഞ്ഞ് BJP ഇപ്പൊ പവറിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും എന്നോട് കരുണ കാണിക്കുക, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിടുക, ഈ വഴക്ക് പറയുന്നു ഒന്ന് നിർത്താൻ. ഞാൻ പിന്തുടരുന്നില്ലല്ലോ. ഡൽഹിയുടെ കേജ്രിവാളിനെ ഡൽഹി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീഹാർ ജയിലിലും അന്വേഷിക്കുന്നുണ്ട്. താങ്കളുടെ സർക്കാരിലുള്ള ഒരു മന്ത്രി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കേജ്രിവാൾ ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു പഞ്ചാബിലാ പോയതെന്ന്. പക്ഷെ നോക്കൂ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഡൽഹിയുടെ ഭരണം കഴിഞ്ഞ് അദ്ദേഹം ഡിപ്രഷനിൽ പോയപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാ പഞ്ചാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ 4 റൗണ്ട് ചുറ്റിയിട്ട് നോക്കൂ നന്നായിട്ടുണ്ടോ, ഫീലിംഗ് ഗുഡ്, ബെറ്റർ. പക്ഷെ ഇപ്പം നോക്കൂ, സോഷ്യൽ മീഡിയക്കാണ് അദ്ദേഹം ഒരു വണ്ടി വാങ്ങിയത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാ മുഖ്യമന്ത്രി സെന്ററിൽ നിൽക്കണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാ ആ ജനൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പൊ കേജ്രിവാൾ സാർ നടുക്കായിരിക്കും. ഫീൽ നന്നാക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് ഡിപ്രഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ഒരു പ്രശ്നമില്ല, പവർ പോയി, എന്നാലും പഞ്ചാബ് നിങ്ങളുടെയാണ്, എൻജോയ് ചെയ്യണം. അദ്ദേഹത്തിന് മന്ത്രിമാരുടെ വലിയ വലിയ ബംഗ്ലാവുകൾ കൊടുക്കുന്നു, വളരെയധികം ചെലവുകൾ നടത്തുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, താങ്കൾ പഞ്ചാബിന്റെ ആരാ? അദ്ദേഹത്തിന് വേണ്ടി പഞ്ചാബ് ഗവൺമെന്റിന്റെ പൈസ എന്തിനാ ചെലവാക്കുന്നത്? താങ്കൾ പോയപ്പോ എല്ലാ അഴിമതി ആൾക്കാരും താങ്കളുടെ കൂടെയാണ്. പറഞ്ഞു വരുമ്പോ സിസോദിയ സാറും ഗവൺമെന്റ് ബംഗ്ലാവിലാണ്. അതില് ഡൽഹിയെ നശിപ്പിക്കാൻ ആരൊക്കെയാണോ കൂട്ടുനിന്നത് അവരൊക്കെയാണ് പഞ്ചാബിൽ പോയി സെറ്റിലായിരിക്കുന്നത്. ഇന്ന് പഞ്ചാബ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. താങ്കൾ അദ്ദേഹത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടി പഞ്ചാബ് വരെ പോയി? ഞാൻ കൊണ്ടുവരാൻ പോയതാണ്. ഞാൻ അദ്ദേഹത്തെ പോയി വിളിച്ചുകൊണ്ടുവരാൻ പോയതാണ്. ഡൽഹിയില് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വിട്ടിട്ട് പോയത്? ഡെയിലി റിപ്പോർട്ട്സ് നോക്കുന്നുണ്ട്. ഡെയിലി അദ്ദേഹത്തെ വിളിക്കേണ്ടതായിട്ട് വരുന്നു. സോ അദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കട്ടെ. അധികാരത്തിൽ ഇത്ര മോഹം എന്തിനാ? അത് കൈവിട്ട് പോയ ഉടനെ ഇവിടുന്ന് പോകണോ? അത് ശരിയല്ല. അപ്പോ പഞ്ചാബിന്റെ രക്തം കുടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടേക്ക് പോയതെന്നാണ് പറയുന്നത്. അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. ഇന്ന് പഞ്ചാബിനെ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ഡെഫിഷ്യറ്റിലാണുള്ളത്. അവിടെയുള്ള ഡെവലപ്മെന്റ് എല്ലാം ഇപ്പൊ സ്റ്റോപ്പായിരിക്കാണ്. ഇന്ന് പഞ്ചാബ് എത്രത്തോളമാണ് ലഹരിക്ക് അടിമയായിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പഞ്ചാബിന് കൊടുത്ത വാക്കുകളിൽ ഒരു കാര്യം പോലും നിറവേറ്റിയിട്ടില്ല. പിന്നെ സൂപ്പർ CM ആയിട്ട് മാറി അവിടെയുള്ള ജനങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ തടയുന്നു. ഇതൊന്നും പഞ്ചാബിന് അത്ര നല്ലതല്ല. താങ്കൾ പറയുന്നു അവര് ഡ്രഗ്സിന് അഡിക്റ്റ് ആയി പോയെന്ന്. പക്ഷെ അവര് പറയുന്നു ധാരാളം ഡ്രഗ്സ് മരുന്നുകൾ പിടിക്കുന്നുണ്ടെന്ന്. വിക്രംജിത് സിംഗെയും മല്ലൂട്ടിയെയും പിടിച്ച് ജയിലിലാക്കിയെന്നും അവർ പറയുന്നു. പക്ഷേ ഡൽഹി പോലീസും സർക്കാരും അവർക്ക് ഒരുവിധ സഹായവും ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഡൽഹി പോലീസ് അവിടെയുള്ള ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസിനെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് അവരോട് ഗവൺമെന്റാണ് പറയേണ്ടത്. ജോലി ചെയ്യുന്ന ഗവൺമെന്റ് അല്ല, കാശ് വാങ്ങിക്കുന്ന ഗവൺമെന്റ്. ആര് കാശ് കൊടുത്താലും ജോലി നടക്കും. കാശ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞു വിടും. സോ ഇതെല്ലാം കെട്ടുകഥകളാണ്. എല്ലാ ചതികളും അവർ ചെയ്യും. അത് പ്ലോട്ട് ചെയ്ത് ഒരു കഥയുണ്ടാക്കും. പിന്നെ ജനങ്ങളോട് ഇത് പ്രസന്റ് ചെയ്യും. അപ്പോൾ പഞ്ചാബിലും അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. അതുകൊണ്ട് കേജ്രിവാൾ സാർ എവിടാന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പബ്ലിക്കിൽ നിന്നൊരു ചോദ്യം. കേജ്രിവാൾ സാറും രേഖ ഗുപ്ത മാഡവും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസം നന്നായിട്ടറിയാം. അദ്ദേഹം
ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും ജനങ്ങളെ കണ്ടിട്ടില്ല. ഇന്ന് നോക്കിയാണെങ്കിൽ ഡൽഹിയിൽ 24x7 ഏത് സമയത്തും കാണാൻ പറ്റുന്നൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹമാണെങ്കിൽ എപ്പോഴും ശീർഷ് മഹലിൽ കർട്ടനെല്ലാം ക്ലോസ് ചെയ്തിട്ട് അധികാരികളെ വരട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് ആ അധികാരികളെ സുഹൃത്തുക്കളായിട്ട് വെച്ച് അവർ പറയുന്നത് കേട്ട് ജനങ്ങളുടെ സുഹൃത്തുക്കളായിട്ടിരുന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണ് ഇതിലെ വ്യത്യാസം. ഡൽഹിയുടെ മുഖ്യമന്ത്രി. മാം, കോൺഗ്രസ് നേതാക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ BJPയില് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നവരെയാണ് പ്രൊമോട്ട് ചെയ്തതെന്ന്. ഇത് സത്യമാണോ മാഡം? ദാ നോക്ക്, കടമയായിട്ടുള്ള കാര്യങ്ങൾ കേജ്രിവാൾ അല്ലാതെ വേറെ ആരും സംസാരിച്ചിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പോലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഡൽഹിയിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ ഇനിയൊരു ജന്മം കൂടെ എടുക്കണമെന്ന്. അവർ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടിരുന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിന്നിട്ട് അവരൊന്നിച്ചു നിന്ന് വഴക്കിടും, പിന്നെ ദൂരെ നിന്ന് വഴക്കിടും. രണ്ടുപേരും ചേട്ടനനിയന്മാരാ. അത് നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? താങ്കൾ രാഹുൽ ഗാന്ധിയെ രാവണനോടൊപ്പം കമ്പയർ ചെയ്തു, പ്രിയങ്കയെ ശൂർപ്പണയോടൊപ്പം കമ്പയർ ചെയ്തു. ഇത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കേജ്രിവാളിനെ കുംഭകർണൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു 6 മാസം ഇവിടെ നിൽക്കും, പിന്നെ ഇവിടുന്ന് പറന്നു പോവും, പിന്നെ ഒരു 6 മാസം അവിടെ തങ്ങും, പിന്നെ അവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോവും. അപ്പൊ അദ്ദേഹത്തെ കുംഭകർണൻ എന്നല്ലേ വിളിക്കാൻ പറ്റൂ? അടുത്തായിട്ട് നിങ്ങൾ കുംഭകർണനുമായിട്ട് കമ്പയർ ചെയ്തെന്ന് പറയും. പിന്നെ എങ്ങനെ സാർ ഇതൊക്കെ പറയാൻ കഴിയും? നമ്മുടെ അടുത്ത് വേറൊരു സിസ്റ്റം ആരുടെയെങ്കിലും കൂടെ കമ്പയർ ചെയ്താലേ ജനങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ എന്താണ് സംഭവിക്കുന്നതെന്ന്. അവരുടെ നാടിനെ തെറ്റിയുന്നു, സമുദായത്തിന് തെറ്റിയുന്നു. അപ്പൊ രാവണനെ പോലെയല്ലേ? പിന്നെ ഇങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവും, പിന്നെ പെട്ടെന്ന് വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ പറയും, എനിക്ക് ഡൽഹിയിൽ നിന്ന് പോകാൻ പറ്റില്ലെന്ന്. അപ്പൊ അദ്ദേഹം കുംഭകർണനല്ലേ? താങ്കൾക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും താങ്കൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ജനങ്ങൾ ഡൽഹിയുടെ കെയർ ടേക്കിംഗ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചല്ലേ മതിയാവും. അതിനുവേണ്ടിയുള്ള ജോലിയും ചെയ്യണ്ടേ? അതിനുവേണ്ട സമയം എടുക്കണം. സോ ഒരു സേവകന്റെ ജോലിയാണിത്. ഒരു സേവകനാണെങ്കിൽ വീട് സുരക്ഷിതമായിട്ട് വെക്കണ്ടേ? പിന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി ജോലി ചെയ്യണം. മാഡം സിനിമയൊക്കെ കാണാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആക്ടർ ഏതാണ്? അത് മാത്രമല്ല ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നും പറയണം. ഞാൻ മുമ്പ് വളരെയധികം മൂവീസ് കണ്ടിട്ടുണ്ട്. ഞാൻ എത്രത്തോളം മൂവീസ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ VCR ഉണ്ടല്ലോ. എത്ര പേര് VCR കണ്ടിട്ടുണ്ട്? നിങ്ങൾ VCR വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ? ഒരു രാത്രി 3 മൂവീസ്. ഞാൻ 3 പടം കാണും, ചിലപ്പോ 4 പടം വരെ കാണും. പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് അടുത്തടുത്ത പടങ്ങളും കാണും. പക്ഷെ ഇപ്പോ ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇപ്പോഴും സിനിമ കാണുന്ന ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ സിനിമ കാണണമെന്ന് തോന്നും. സിനിമയൊക്കെ കാണാം, നിറയെ നല്ല നല്ല സിനിമകൾ, സമൂഹത്തിനെ പറ്റിയുള്ളതൊക്കെ. സത്യത്തിൽ നമുക്കുള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ കേസർ മൂവി കണ്ട് വളരെ സന്തോഷമായിരുന്നു. 3 ഇഡിയറ്റ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. പറഞ്ഞു വന്ന ഇതുപോലെ നിറയെ മൂവീസ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടാവും വെച്ചാൽ നമ്മുടെ മൈൻഡ് നന്നായിട്ട് റീഫ്രഷ് ആവും. നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനായിട്ട് നമുക്കുള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ആ ഫീലിംഗ് ഇനി സ്ട്രോങ് ആവും. ഇവരൊക്കെ താങ്കളുടെ ഫേവറേറ്റ് ആക്ടർ ആരാണെന്ന് ചോദിക്കുന്നു. പിന്നെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടും. ഞാൻ എല്ലാം മറന്നുപോയി. ഇപ്പൊ ഡ്രൈനേജ്, ചപ്പുചവറുകൾ അതേ ഓർമ്മയിലുള്ളൂ. പാട്ടൊരിക്കലും ഓർമ്മയിൽ വരാറില്ല. പക്ഷെ ഒരു പാട്ട് വളരെ മനോഹരമാണ്. तेरी मिट्टी में मिल जावा मैं गुलवन. രേഖ മാം, താങ്കളോട് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു, അതായത് ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷെ ശരിക്കും അത്ഭുതമാണ്, താങ്കൾ 5 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയുണ്ട്, താങ്കൾക്ക് അതിന്റെ ഇൻഫർമേഷനും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിച്ച അനിരുദ്ധിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് കേൾക്കാം. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയാണ്. ഇനി അടുത്തതായി ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിച്ച അനിരുദ്ധിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. രേഖ മാഡം, നിങ്ങൾ ഡൗൺ ടു എർത്ത് ആളാണ്. നന്നായിട്ട് ഉത്തരമെല്ലാം പറഞ്ഞു.
ജനങ്ങളുടെ പൾസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിരിച്ചോണ്ടാ സംസാരിച്ചേ, അതേപോലെ തന്നെ ചിരിച്ചോണ്ടാ ജോലി ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഡൽഹിയുടെ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് കുറച്ചു നാളല്ലേ ആയോളൂ. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, രേഖ മാഡം ചുറ്റി വളയ്ക്കാതെ എല്ലാ ചോദ്യത്തിനും ഇന്നും നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും നിങ്ങൾ ശരിക്കും അൺഅപ്പോളജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കാരണം വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ആൾക്കാർ മടുത്തുപോയി. ഇന്ന് നീതി മണ്ഡലത്തിലെ രേഖാ മാഡത്തിന്റെ വാക്കുകൾ വളരെ അത്ഭുതകരമായിരുന്നു. സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിരുന്നു. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ വരുംകാലം ദിനങ്ങൾ വളരെ കഷ്ടപ്പാടുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും വരും. നീതിമണ്ഡലം നിങ്ങളെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തയാക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഭാവികാല പ്രവർത്തനങ്ങൾക്ക് ആശംസകളേറുന്നു. ഈ വിശ്വാസത്തോടുകൂടി ശ്രീ രേഖ ഗുപ്ത തന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഡൽഹി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നും ഡൽഹി ജനങ്ങൾക്ക് സേവനം ചെയ്യുമെന്നും പിന്നെ ഈ ഡൽഹിയുടെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഡൽഹിയെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നഗരമാക്കി മാറ്റുമെന്നുള്ള വിശ്വാസം തീർച്ചയായും ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നന്ദി.